ഹായ് ഓൾ, നമ്മളിന്ന് കാണുന്നത് നമ്മുടെ +2 ഒരു അടിപൊളി ചാപ്റ്ററാണ് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത്. ഓക്കെ, റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് ചാപ്റ്ററിൽ നമ്മൾ മെയിനായിട്ട് പഠിക്കേണ്ട ടോപ്പിക്കുകൾ, അതായത് ബോർഡ് എക്സാമിന് നല്ല രീതിയിൽ ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു ചാപ്റ്റർ കൂടിയാണ് ഈ പറഞ്ഞ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത്. അപ്പം ഹ്യൂമൻ റീപ്രൊഡക്ഷൻ എന്ന ചാപ്റ്ററിലും ഇതും കണക്റ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരാം, അല്ലെങ്കിൽ ഇതിൽ നിന്ന് തന്നെ നമുക്ക് ക്വസ്റ്റ്യൻസ് ബോർഡ് എക്സാമിന് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചില ഏരിയാസൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിന്ന് കാണുന്നത് നമ്മുടെ ഈ ചാപ്റ്ററിനെ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് എന്താണ്, അതിൽ മേജർ സ്ട്രാറ്റജീസ്, മേജർ ബർത്ത് കൺട്രോൾ മെത്തേഡ്സ് എന്താണ്, MDP, അതുപോലെ സെക്ച്വലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ്, പിന്നെ നമ്മൾ ഇൻഫെർട്ടിലിറ്റി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ട് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുക. വളരെ ചെറിയൊരു ചാപ്റ്ററാണ്. അതിൽ നല്ല രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് ആൻസർ വേറെ നമ്മളെ ചുറ്റിക്കുന്ന രീതിയിലൊന്നും ക്വസ്റ്റ്യൻ ഒന്നും വരുന്ന ചാപ്റ്റർ ഒന്നും അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് പഠിച്ചെടുക്കാൻ പറ്റുന്ന ചാപ്റ്റർ കൂടെയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് കാണുന്നത് ഈ ഒരു ചാപ്റ്ററിലെ MDP വരെയുള്ള ഭാഗങ്ങളിലെ കുറച്ച് ബോർഡ് എക്സാമുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് ആണ്. റെഡിയാണോ? യെസ്. അപ്പോൾ നമുക്ക് ചോദ്യത്തിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: The total population in India is alarming increase to 1 billion according to 2001 census. The population growth rate was still around 1.7%. A rate at which our population could be double in 33 years. Cite the probable reasons for such an increase in population growth rate. ക്വസ്റ്റ്യൻ ഭയങ്കര വലുതാണ്. ഓക്കെ, പക്ഷേ ചോദ്യം ഇത്രയേ ഉള്ളൂ. ആ ലാസ്റ്റ് കിടക്കുന്ന പോർഷനാണ് നമുക്ക് ആൻസർ വരേണ്ടത്. റൈറ്റ് ദ റീസൺസ് ഫോർ ദ പോപ്പുലേഷൻ ഇൻക്രീസ് ആണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഇന്ത്യയിലെ പോപ്പുലേഷൻ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കാനുള്ള മേജർ റീസൺസ് ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആൻസർ ചെയ്യാം. അതിൽ നമുക്കറിയാം കോമൺ ആയിട്ടുള്ള ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, പോപ്പുലേഷൻ കൂടുന്നതിൻ്റെ മേജർ റീസൺസ് എന്തൊക്കെയാണ്. യെസ്, നമ്മുടെ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് ഒക്കെ ഭയങ്കരമായിട്ട് ഡെവലപ്പ് ആയിട്ടുണ്ട്. ബെറ്റർ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് ഒക്കെ വന്നപ്പോൾ ഉള്ള മേജർ റിസൾട്ട് എന്താണ്? റിസൾട്ട് യെസ്, അതായത് നമ്മുടെ ഡിക്ലൈൻ ഇൻ ഡെത്ത് റേറ്റ്. ഓക്കെ, ഡെത്ത് റേറ്റിലുണ്ടായ ഡിക്ലൈൻ ഒരു റീസൺ ആണ്. ഓക്കെ, ഇപ്പോൾ ആൾക്കാരുടെ ബെറ്റർ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് ഒക്കെ വന്നപ്പം ലൈഫ് സ്പാൻ കൂടി, അപ്പം ഡെത്ത് റേറ്റ് കുറഞ്ഞിട്ടുണ്ട്. സെക്കൻഡ് വൺ, ഡിക്ലൈൻ ഇൻ MMR. എന്തുവാണ് MMR? എന്താണ് MMR? മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റും കുറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഡിക്ലൈൻ ഇൻ മെറ്റേണിറ്റി മോർട്ടാലിറ്റി റേറ്റ്. തേർഡ് വൺ, ഡിക്ലൈൻ ഇൻ ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് അല്ലെങ്കിൽ IMR. ഓർത്ത് വെക്കുക, ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റിലും ഡിക്രീസ് വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി ഒരു നാലാമത്തെ റീസണോടെ നമുക്ക് എഴുതാം. ഇൻക്രീസ് റീപ്രൊഡ്യൂസിബിൾ ഏജ് എന്ന് വെച്ചാൽ റീപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പുകാരുടെ എണ്ണം കൂടുന്നു. ഓട്ടോമാറ്റിക് റീപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പുകാരുടെ എണ്ണം കൂടിയാൽ എന്താ സംഭവിക്കുക? റീപ്രൊഡക്ഷൻ റേറ്റ് കൂടും. റീപ്രൊഡക്ഷൻ റേറ്റ് കൂടിയാൽ അവിടെ ഇൻഡിവിജ്വൽസിന് എണ്ണം കൂടും, പോപ്പുലേഷൻ ഗ്രോത്ത് സംഭവിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, ക്വസ്റ്റ്യൻ ഇതായിരുന്നു, വാട്ട് ആർ ദ റീസൺ ബിഹൈൻഡ് ദ ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ ആണ്. അപ്പോൾ മേജർ റീസൺസ് നമ്മൾ എഴുതി, 4 റീസൺസ് എഴുതി ഓർത്ത് വെക്കുക. റീസൺസ്: ഡിക്ലൈൻ ഇൻ ഡെത്ത് റേറ്റ്, അതിൻ്റെ റീസൺ ആയിട്ട് നമുക്ക് പറയാം ഡെത്ത് റേറ്റ് കുറയാൻ, അല്ലെങ്കിൽ MMR കുറയാൻ, അല്ലെങ്കിൽ IMR കുറയാനൊക്കെയുള്ള കാരണം നമ്മുടെ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് ഒക്കെ ഡെവലപ്പ് ആയതൊക്കെയാണ്. ഓക്കെ, അപ്പം ഇതാണ് മേജർ റീസൺസ് ആയിട്ട് ഓർത്ത് വെക്കേണ്ടത്, പോപ്പുലേഷൻ ഇൻക്രീസിൻ്റെ കാരണങ്ങൾ. ഓക്കെ, ഓർത്ത് വെക്കുക. ക്ലിയർ ആണോ ഈ ക്വസ്റ്റ്യൻ? അപ്പോൾ ഇത് ഒരു 2 മാർക്ക് അല്ലെങ്കിൽ 3 മാർക്ക് ക്വസ്റ്റ്യൻ ഒക്കെ ആയിട്ട് വരാം. ഓക്കെ, ഓർത്ത് വെക്കുക. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നീങ്ങാം. വാട്ട് ഈസ് ദ WHO's ഇന്റർപ്രിട്ടേഷൻ ഓഫ് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത്? WHO എന്താണ്? WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ. ഇപ്പോൾ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ റീപ്രൊഡക്റ്റീവ് ഹെൽത്തിന് നൽകുന്ന ഇന്റർപ്രിട്ടേഷൻ എന്താണ് ഡെഫിനിഷൻ? നമുക്കറിയാം ഹെൽത്തിൻ്റെ ഡെഫിനിഷൻ എന്നൊക്കെ നമ്മൾ പഠിക്കുന്നതാണ്. ഹെൽത്തിൻ്റെ ഡെഫിനിഷൻ ഡിസീസ് ഇല്ലാത്ത അവസ്ഥ മാത്രമാണോ ഹെൽത്ത്? ഒരിക്കലും അല്ല, മൊത്തത്തിലുള്ള ഒരു വെൽബീയിങ് ആണെന്നൊക്കെ പറയും. അപ്പോൾ ഇവിടെ റീപ്രൊഡക്റ്റീവ് ഹെൽത്തിന് WHO കൊടുക്കുന്ന ഡെഫിനേഷനാണ് നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ട് നമ്മൾ എഴുതേണ്ട. ഈ ക്വസ്റ്റ്യനെ നമുക്ക് കാണാം, വാട്ട് ഈസ് WHO's ഇന്റർപ്രിട്ടേഷൻ ഓഫ് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത്. അപ്പോൾ WHO പറയുന്നു, അക്കോർഡിംഗ് ടു WHO
റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് എന്താണെന്നാണ് പറയുന്നത്? ഇറ്റ് ഈസ് എ ടോട്ടൽ വെൽബീയിങ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ ഇൻ ഓൾ ആസ്പെക്ട്സ് ഓഫ് റീപ്രൊഡക്ഷൻ. ടോട്ടൽ വെൽബീയിങ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ ഇൻ ഓൾ ആസ്പെക്ട്സ് ഓഫ് റീപ്രൊഡക്ഷൻ. അങ്ങനെ ഓർത്ത് വെക്കുക. ദീസ് ആർ total well-being in all aspects of reproduction. ഓക്കെ, ഇതിൽ ആസ്പെക്ട്സ് ഏതൊക്കെയാണെന്ന് ഓർത്ത് വെക്കണം. ഫിസിക്കൽ ആസ്പെക്ട്സ് കൺസിഡർ ചെയ്യും, ബിഹേവിയറൽ ആസ്പെക്ട്സ് കൺസിഡർ ചെയ്യും, ഇമോഷണൽ ആസ്പെക്ട്സ് കൺസിഡർ ചെയ്യും, ആൻഡ് സോഷ്യൽ ആസ്പെക്ട്സ്. ഓക്കെ, ഇത് ഓർത്ത് വെക്കുക. അപ്പം WHO റീപ്രൊഡക്റ്റീവ് ഹെൽത്തിന് കൊടുക്കുന്ന ഡെഫിനിഷൻ അതായിരുന്നു. WHO ഇന്റർപ്രിറ്റേഷൻ എന്താണെന്നുള്ള ചോദ്യത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇവിടെ WHO കൊടുക്കുന്നു ഡെഫിനിഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആക്ച്വലി ടോട്ടൽ വെൽബീയിങ് ഇൻ ഓൾ ആസ്പെക്ട്സ് ഓഫ് റീപ്രൊഡക്ഷൻ. ഓക്കെ, ടോട്ടൽ വെൽബീയിങ് ഇൻ all aspects of reproduction. അല്ലെങ്കിൽ നമുക്ക് ഇതിന് ആൻസർ ഇങ്ങനെ എഴുതാം. അക്കോർഡിംഗ് ടു WHO, റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് മീൻസ് എ ടോട്ടൽ വെൽബീയിങ് ഇൻ ഫിസിക്കൽ, ഇമോഷണൽ, ബിഹേവിയറൽ ആൻഡ് സോഷ്യൽ ആസ്പെക്ട്സ് ഓഫ് റീപ്രൊഡക്ഷൻ. ഓക്കെ, ക്ലിയർ ആണോ? അപ്പം ഈ ഒരു ചോദ്യം ചോദിക്കാം, 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ ചോദിക്കാം ബോർഡ് എക്സാമിന്. അപ്പോൾ ഓർത്ത് വെക്കുക, കൃത്യമായിട്ട് അതിൻ്റെ ഡെഫിനിഷൻ ഒന്ന് നോക്കി വെച്ചേക്കുക കേട്ടോ. ആസ്പെക്ട്സുകൾ ഏതൊക്കെയാണ്? ഇമോഷണൽ ആസ്പെക്ട്സ് ഉണ്ട്, ബിഹേവിയറൽ ആസ്പെക്ട്സ് ഉണ്ട്, ഫിസിക്കൽ ആസ്പെക്ട്സ് ഉണ്ട്, അതോടൊപ്പം സോഷ്യൽ ആസ്പെക്ട്സ്. ഓക്കെ, ഇതൊക്കെയാണ് കൺസിഡർ ചെയ്യുന്ന റീപ്രൊഡക്റ്റീവ് ഹെൽത്തിൻ്റെ ഡെഫിനിഷൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് മൂവ് ചെയ്യാം. ക്വസ്റ്റ്യൻ, ലിസ്റ്റ് ഔട്ട് എനി 4 ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ആൻ ഐഡിയൽ കോൺട്രാസെപ്റ്റീവ്. ഇപ്പോൾ ബർത്ത് കൺട്രോൾ മെത്തേഡ് എന്താണ്? കോൺട്രാസെപ്റ്റീവ് എന്ന് പറയുമ്പോൾ എന്താണ്? കോൺട്രാസെപ്റ്റീവ്സ് ആർ മെത്തേഡ്സ് യൂസ് ടു പ്രിവെന്റ് അൺവാണ്ടഡ് പ്രഗ്നൻസീസ്. ഓക്കെ, കോൺട്രാസെപ്റ്റീവ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് യൂസ് ടു പ്രിവെന്റ് അൺവാണ്ടഡ് പ്രഗ്നൻസീസ്. ഇവിടെ ചോദ്യം ഇതാണ്, വാട്ട് ആർ ദ ഐഡിയൽ ഫീച്ചേഴ്സ് ഓഫ് എ ഐഡിയൽ കോൺട്രാസെപ്റ്റീവ്. ഓക്കെ, അപ്പം നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാം. ഐഡിയൽ ആയിട്ടുള്ള ഒരു കോൺട്രാസെപ്റ്റീവിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ നോക്കുമ്പോൾ ഒന്നാമതായിട്ട് അതിൻ്റെ പ്രത്യേകത എന്തായിരിക്കണം? ഇറ്റ് ഷുഡ് ബി സേഫ് ആൻഡ് യൂസർ ഫ്രണ്ട്ലി. ഓക്കെ, ഒരു ഐഡിയൽ കോൺട്രാസെപ്റ്റീവിൻ്റെ ഒരു ഫീച്ചറാണ്, ഒരു ക്യാരക്ടറിസ്റ്റിക്സ് വേണ്ടതാണ്. ഇറ്റ് ഷുഡ് ബി സേഫ് ആൻഡ് യൂസർ ഫ്രണ്ട്ലി. സെക്കൻഡ് വൺ, ഇറ്റ് ഷുഡ് ബി ഈസിലി അവൈലബിൾ ആയിരിക്കണം. തേർഡ് വൺ എന്താണ്? ഈസിലി അവൈലബിൾ ആയിരിക്കണം. തേർഡ് വൺ, ഇറ്റ് ഷുഡ് ബി എഫക്റ്റീവ് ആൻഡ് റിവേഴ്സിബിൾ with no or least side effects. ഓക്കെ, ഓർത്ത് വെക്കുക, ഇത് ഓർത്ത് വെക്കണം. അപ്പോൾ ഒരു ഐഡിയൽ കോൺട്രാസെപ്റ്റീവിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് 4 അവിടെ ചോദിച്ചേക്കുന്നത്. നമ്മളിപ്പോൾ 3 എഴുതി. സേഫ് ആയിരിക്കണം. ഇറ്റ് മസ്റ്റ് ബി സേഫ് ആൻഡ് യൂസർ ഫ്രണ്ട്ലി. ഇറ്റ് മസ്റ്റ് ബി ഇഫക്റ്റീവ് ആൻഡ് റിവേഴ്സിബിൾ വിത്ത് നോ ഓർ ലീസ്റ്റ് സൈഡ് എഫക്ട്സ് ആൻഡ് ഇറ്റ് ഷുഡ് ബി ഈസിലി അവൈലബിൾ. ഫോർത്ത് വൺ ഇമ്പോർട്ടൻ്റ് ആണ്. It should not interfere sexual drive, sexual desire, or sexual act of user. ഓക്കെ, ഇത്രയാണ് ഒരു ഐഡിയൽ കോൺട്രാസെപ്റ്റീവിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഓർത്ത് വെക്കുക, ഇറ്റ് ഷുഡ് ബി സേഫ് ആൻഡ് യൂസർ ഫ്രണ്ട്ലി. ഇറ്റ് ഷുഡ് ബി ഈസിലി അവൈലബിൾ. ഇറ്റ് ഷുഡ് ബി എഫക്റ്റീവ് ആൻഡ് റിവേഴ്സിബിൾ വിത്ത് നോ ഓർ ലീസ്റ്റ് സൈഡ് എഫക്ട്സ്. ലാസ്റ്റ് പോയിന്റ് ഓർത്ത് വെക്കുക, ഇറ്റ് ഷുഡ് നോട്ട് ഇന്റർഫിയർ ദ സെക്ഷുവൽ ഡ്രൈവ് ഓർ സെക്ഷുവൽ ഡിസയർ ഓർ സെക്ഷൽ ആക്ട് ഓഫ് ദ യൂസർ. ഓക്കെ, ഓർത്ത് വെക്കുക, ഈ ഒരു പോയിന്റ് ഓർത്ത് വെക്കണം. ഇതാണ് ഒരു ഐഡിയൽ കോൺട്രാസെപ്റ്റീവിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. നമ്മൾ കോൺട്രാസെപ്റ്റീവ് മെയിനായിട്ട് യൂസ് ചെയ്യുന്ന
ഫോർ പ്രിവെന്റിംഗ് അൺവാണ്ടഡ് പ്രഗ്നൻസീസ്. ഇനി നമുക്ക് സെക്കൻഡ് പാർട്ടിലേക്ക് നോക്കാം. നെയിം 2 ഇൻട്രായൂട്രീൻ കോൺട്രാസെപ്റ്റീവ് ഡിവൈസസ് ദാറ്റ് അഫക്ട് ദ മോട്ടിലിറ്റി ഓഫ് സ്പേംസ്. അപ്പോൾ ഇവിടെ ചോദ്യം ഇൻട്രായൂട്രീൻ ഡിവൈസിനെ കുറിച്ചാണ്. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിൽ കാണുന്നുണ്ട് കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് കാണുന്നുണ്ട്. പല ടൈപ്പ് കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് ഉണ്ട്. നാച്ചുറൽ മെത്തേഡ്സ് ഉണ്ട്, ബാരിയർ മെത്തേഡ്സ് ഉണ്ട്, ഓറൽ പിൽസ്, ഓറൽ കോൺട്രാസെപ്റ്റീവ്സ് ഉണ്ട്, പിന്നെ ഇൻട്രായൂട്രീൻ ഡിവൈസസ് ഉണ്ട്, സർജിക്കൽ മെത്തേഡ്സ് ഉണ്ട്, ഇംപ്ലാന്റ്സ് ഉണ്ട്. ഓക്കെ, അങ്ങനെ പല കാണുന്നുണ്ട്. അതിലിവിടെ നമ്മുടെ സെക്കൻഡ് പാർട്ടിലെ ചോദ്യം നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഇൻട്രായൂട്രീൻ ഡിവൈസ് ദാറ്റ് അഫക്ട് ദ മോട്ടിലിറ്റി ഓഫ് സ്പേംസ്. അപ്പം അതിനെക്കുറിച്ച് നമ്മൾ അതിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഇൻട്രായൂട്രീൻ ഡിവൈസിനെ കുറിച്ച് ടെസ്റ്റിൽ എന്താ പറഞ്ഞത് നമുക്ക് നോക്കാം. അപ്പം ഇൻട്രായൂട്രീൻ ഡിവൈസ് എന്ന് പറഞ്ഞാൽ യൂട്രസിൽ നമ്മൾ പ്ലേസ് ചെയ്യുന്ന ഒരു ഡിവൈസാണ് ആസ് എ കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്. അതിൽ മെയിനായിട്ട് 3 ടൈപ്പ് IUDs ആണ് പ്രധാനമായിട്ടുള്ളത്. നോൺ മെഡിക്കേറ്റഡ് IUDs ഉണ്ട്, ഇല്ലേ? നോൺ മെഡിക്കേറ്റഡ് IUDs ഉണ്ട്, പിന്നെ ഹോർമോൺ റിലീസിങ് IUDs ഉണ്ട്, കോപ്പർ റിലീസിങ് IUDs ഉണ്ട്. ഓക്കെ, ഹോർമോൺ റിലീസിങ് ഉണ്ട്, കോപ്പർ റിലീസിങ് ഉണ്ട്, നോൺ മെഡിക്കേറ്റഡ് ഉണ്ട്. ഓക്കെ, ഇത് 3ൻ്റെയും ഫംഗ്ഷനിൽ ചെറിയ ഡിഫറൻസ് ഉണ്ട്. 3ഉം കോൺട്രാസെപ്റ്റീവ് മെത്തേഡായിട്ട് ആക്ട് ചെയ്യുന്നു, അതിന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. എന്നാൽ ഈ പറഞ്ഞ ആദ്യത്തെ നോൺ മെഡിക്കേറ്റഡ് ആണെങ്കിൽ, നോൺ മെഡിക്കേറ്റഡ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് മെയിനായിട്ട് നമ്മുടെ ഈ ഇതിൻ്റെ ഫാഗോസൈറ്റിസ് ഓഫ് സ്പേം ആണ്. ഓക്കെ, ഫാഗോസൈറ്റിസ് ഓഫ് സ്പേം അതാണ് മേജർ ഫംഗ്ഷൻ ഓഫ് നോൺ മെഡിക്കേറ്റഡ് IUDs. ഓക്കെ, അങ്ങനെ സ്പേമിനെ ഫാഗോസൈറ്റിസ് നടക്കുന്ന വഴിയായിട്ട് ഫെർട്ടിലൈസേഷൻ പ്രിവെൻറ്റ് ചെയ്യുന്നു. ഓക്കെ, സെക്കൻഡ് വൺ കോപ്പർ റിലീസിങ് IUDs. കോപ്പർ റിലീസിങ് IUDsൽ കോപ്പർ അയോൺസിനെ റിലീസ് ചെയ്യും. ഈ കോപ്പർ അയോൺസ് നമ്മുടെ സ്പേമിൻ്റെ മോട്ടിലിറ്റിയെയും സപ്രസ് ചെയ്യും, അതോടൊപ്പം സ്പേമിൻ്റെ ആക്ഷനും സപ്രസ് ചെയ്യും, സ്പേമിൻ്റെ കപ്പാസിറ്റിയും സപ്രസ് ചെയ്യും. ഓക്കെ, അപ്പം ഫെർട്ടിലൈസേഷനിലേക്ക് ഫെർട്ടിലൈസേഷൻ നടക്കാതെ പ്രിവെൻറ്റ് ചെയ്യും. ഓക്കെ, അങ്ങനെ ഓർത്ത് വെക്കുക. അപ്പോൾ കോപ്പർ റിലീസിങ് IUDsൻ്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് സപ്രസ് സ്പേം മോട്ടിലിറ്റി ആൻഡ് കപ്പാസിറ്റി ഓഫ് സ്പേം ഫോർ ഫെർട്ടിലൈസേഷൻ. ഓക്കെ, മൂന്നാമത്തെ ടൈപ്പ് ഹോർമോൺ റിലീസിങ് IUDs ആണ്. ഹോർമോൺ റിലീസിങ് IUDs. അപ്പോൾ ഈ ഹോർമോൺ റിലീസിങ് IUDsൽ ഓർക്കേണ്ട കാര്യം ദേ make the uterus unsuitable for implantation and also make the cervix hostile or unsuitable for sperms. അങ്ങനെ സ്പേം സെർവിസിലേക്ക് എൻ്റർ ചെയ്യത്തില്ല, അങ്ങനെ ഫെർട്ടിലൈസേഷൻ പ്രിവെൻറ്റ് ചെയ്യും. അത് നമ്മൾ ഓർത്തിരിക്കണം. ഇവിടെ ക്വസ്റ്റ്യൻ ഇതാണ്. ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് വരാം. നെയിം 2 ഇൻട്രായൂട്രീൻ കോൺട്രാസെപ്റ്റീവ് ഡിവൈസ് ദാറ്റ് അഫക്ട് ദ മോട്ടിലിറ്റി ഓഫ് സ്പേംസ് എന്നാണ്. അപ്പം ഈ പറഞ്ഞു പോയതിൽ ഏതാണ് മോട്ടിലിറ്റി ഓഫ് സ്പേമിനെ അഫക്ട് ചെയ്യുന്നത്? യെസ്, അതാണ് നമ്മുടെ കോപ്പർ റിലീസിങ് ഇൻട്രായൂട്രീൻ ഡിവൈസസ് ആണ് സ്പേമിൻ്റെ മോട്ടിലിറ്റി അഫക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് 2 എക്സാമ്പിൾ എഴുതാനായിട്ടാണ് പറഞ്ഞേക്കുന്നത്. നമുക്ക് എഴുതാം എന്താണ് കോപ്പർ റിലീസിങ് IUDsന് എക്സാമ്പിൾ നമ്മുടെ ടെസ്റ്റിൽ 3 ഉണ്ട്. അതിൽ ഏതെങ്കിലും 2 എഴുതാം. 3 ഏതൊക്കെയാണ്? കോപ്പർ T ഉണ്ട്, കോപ്പർ 7 Cu7 ഉണ്ട്, മൾട്ടി ലോഡ് 375 ഉണ്ട്. ഓക്കെ, ഇത് 3ഉം കോപ്പർ റിലീസിങ് IUDs ആണ്. നമുക്കിവിടെ ഏതെങ്കിലും 2 എഴുതിയാൽ മതി. ഇവിടെ കോപ്പർ T നമുക്ക് എഴുതാം, കോപ്പർ 7ഉം എഴുതാം. ഓക്കെ, പിന്നെ ഒന്നുകൂടെ ഉണ്ട് മൾട്ടി ലോഡ് 375. ഓർത്ത് വെക്കുക. ഇത് ക്ലിയർ ആണോ? ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? ഈ ക്വസ്റ്റ്യനൊക്കെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ആൻസർ ചെയ്യുക, ഓർത്ത് വെക്കുക കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് മൂവ് ചെയ്യാം. നെയിം ദ ഓറൽ കോൺട്രാസെപ്റ്റീവ് ഡെവലപ്ഡ് ബൈ CDRI ലക്നൗ. ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, ഈ ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ പല ക്വസ്റ്റ്യൻ വേണേൽ വരാം. ഇപ്പോൾ CDRIയുടെ ഫുൾ ഫോം ഓർത്ത് വെച്ചേക്കുക. CDRI എന്താണ്? CDRI സെൻട്രൽ ഡ്രഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. ഓക്കെ, സെൻട്രൽ ഡ്രഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. അപ്പോൾ ഈ സെൻട്രൽ ഡ്രഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പുറത്തിറക്കിയ ഒരു ഓറൽ കോൺട്രാസെപ്റ്റീവ് ഉണ്ട്. അതിൻ്റെ പേരാണ് നമ്മൾ ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ആൻസർ ചെയ്യാം. ആൻസർ എന്ന് പറയുന്നത്, അതിൻ്റെ പേരെന്ന് പറയുന്നത് സഹേലിയാണ്. സഹേലി. ഓക്കെ, സഹേലി എന്ന് പറയുന്നതാണ് ഈ ഓറൽ കോൺട്രാസെപ്റ്റീവ് ദാറ്റ് വാസ് പ്രൊഡ്യൂസ്ഡ് ബൈ ഡെവലപ്ഡ് ബൈ CDRI ലക്നൗ. ഓക്കെ, ഓർത്ത് വെക്കുക സഹേലി. ഇതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ആൻസറായി. ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ ഒരു കാര്യം ഓർത്ത് വെച്ചേക്കണം, സഹേലിയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക.
ഓക്കെ, സഹേലി ഒരു ഓറൽ കോൺട്രാസെപ്റ്റീവ് പില്ലാണ്. ഓക്കെ, ഓറൽ കോൺട്രാസെപ്റ്റീവ് പില്ലാണ്. ഓറൽ കോൺട്രാസെപ്റ്റീവ് എന്ന് പറഞ്ഞാൽ ടാബ്ലറ്റ് പോലെ നമ്മൾ യൂസ് ചെയ്യുന്ന കോൺട്രാസെപ്റ്റീവ്. അപ്പോൾ ഇതിൽ ഫീമെയിൽസിൽ യൂസ് ചെയ്യുന്ന ഓറൽ കോൺട്രാസെപ്റ്റീവ് ആണ്. പിന്നെ ഇത് വൺസ് ഇൻ എ വീക്ക് ആണ് യൂസ് ചെയ്യാറ്. വൺസ് ഇൻ എ വീക്ക് പില്ലാണ്. വൺസ് ഇൻ എ വീക്ക് പില്ലാണ്. പിന്നെ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇറ്റ് ഈസ് നോൺ സ്റ്റിറോയിഡൽ. നോൺ സ്റ്റിറോയിഡൽ, അതൊരു പ്ലസ് പോയിന്റ് ആണ് ഇതിൻ്റെ. നോൺ സ്റ്റിറോയിഡൽ ആണ്. ഓക്കെ, ഹാവിങ് ലീസ്റ്റ് സൈഡ് എഫക്ട്സ്. നോൺ സ്റ്റിറോയിഡ് ആയതുകൊണ്ടൊക്കെ തന്നെ ലീസ്റ്റ് സൈഡ് എഫക്ട്സ് ആയിരിക്കും എന്തിനുണ്ടാവുക, ഈ സഹേലി എന്ന് പറഞ്ഞ ഓറൽ കോൺട്രാസെപ്റ്റീവിന്. ഓക്കെ ആണോ? ഇത് ഓർത്ത് വെക്കണം. ക്ലിയർ ആണോ? അപ്പോൾ ഓറൽ കോൺട്രാസെപ്റ്റീവ് പിൽസ് ഒക്കെ വേറെ ഉണ്ട്. അതിൽ CDRI ഡെവലപ്പ് ചെയ്ത ഏതാണ്? സഹേലിയാണ്. സഹേലി എന്ന് പറയുന്നത് വൺസ് ഇൻ എ വീക്ക് പില്ലാണ്. ഇറ്റ് ഈസ് നോൺ സ്റ്റിറോയിഡൽ. ഇതിൻ്റെ ഫംഗ്ഷൻ എങ്ങനെയാണ്? ഓറൽ കോൺട്രാസെപ്റ്റീവുകളുടെ എല്ലാ ഫംഗ്ഷൻ ഇറ്റ് പ്രിവെൻറ്റ് ഓർ ഇൻഹിബിറ്റ് ഓവുലേഷൻ ആൻഡ് ഇംപ്ലാന്റേഷൻ. ഒന്ന് ഓർത്ത് വെച്ചേക്കുക. നമ്മുടെ ക്വസ്റ്റിൻ്റെ ആൻസർ ഇതൊരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിരുന്നു. ക്വസ്റ്റിൻ്റെ ആൻസർ അങ്ങനെ ഡെവലപ്പ് ചെയ്ത ഓറൽ കോൺട്രാസെപ്റ്റീവിൻ്റെ പേരാണ്, അത് സഹേലിയാണ്. ഓക്കെ ആണോ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യട്ടെ. യെസ്. അപ്പം അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ലാക്ടേഷണൽ അമിനോറിയ ഈസ് എ മെത്തേഡ് ഓഫ് കോൺട്രാസെപ്ഷൻ. ജസ്റ്റിഫൈ. വാട്ട് ഈസ് ദ മാക്സിമം എഫക്റ്റീവ്നെസ് ഓഫ് ദിസ് മെത്തേഡ് ഇൻ ടേംസ് ഓഫ് പീരീഡ് ഓർ ഡ്യൂറേഷൻ? ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ ലാക്ടേഷണൽ അമിനോറിയയെക്കുറിച്ചാണ്. അപ്പോൾ നമുക്ക് പല മെത്തേഡ്സ് ഉണ്ട്, കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് ഉണ്ട്. അതിൽ നാച്ചുറൽ മെത്തേഡ്സ്. ഓക്കെ, നാച്ചുറൽ മെത്തേഡ്സിൽ 3 ടൈപ്പാണ് ഉള്ളത്. ഏതൊക്കെയാണ് ഉള്ളത്? പീരിയോഡിക് അബ്സ്റ്റിനൻസ് ഉണ്ട്, പിന്നെ വിഡ്രോവൽ ഓർ കോയിറ്റസ് ഇൻ്ററപ്റ്റസ് മെത്തേഡ് ഉണ്ട്, പിന്നെ ഉള്ള മൂന്നാമത്തെ മെത്തേഡാണ് ശരിക്കും പറഞ്ഞാൽ ലാക്ടേഷണൽ അമിനോറിയ. അല്ലേ, ലാക്ടേഷണൽ അമിനോറിയ മെത്തേഡ്. ഇതൊരു നാച്ചുറൽ മെത്തേഡാണ്. ഇവിടെ ചോദ്യം, ഇറ്റ് ഈസ് എ മെത്തേഡ് ഓഫ് കോൺട്രാസെപ്ഷൻ. ജസ്റ്റിഫൈ. ഈസ് ഇറ്റ് എ മെത്തേഡ് ഓഫ് കോൺട്രാസെപ്ഷൻ ആണോ? അതെ, ഇറ്റ് ഈസ് എ നാച്ചുറൽ മെത്തേഡ് ഓഫ് കോൺട്രാസെപ്ഷൻ. അല്ലേ, ഇറ്റ് ഈസ് എ നാച്ചുറൽ മെത്തേഡ് ഓഫ് കോൺട്രാസെപ്ഷൻ. ഇതിൽ കാര്യം നമ്മൾ മനസ്സിലാക്കണം. ലാക്ടേഷൻ അമിനോറിയ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഡ്യൂറിങ് ഇൻറ്റൻസ് ലാക്ടേഷൻ ആഫ്റ്റർ പാർച്ചുറേഷൻ, അതായത് പാർച്ചുറേഷന് ശേഷം മദർ ഈ ചൈൽഡിനെ ഫീഡ് ചെയ്യുന്ന സമയത്ത് ഓവുലേഷൻ ആബ്സെൻ്റ് ആയിരിക്കും. ഓക്കെ, ഓവുലേഷൻ ആബ്സെൻ്റ് ആണെങ്കിൽ അവിടെ ഫെർട്ടിലൈസേഷൻ പിന്നെ നടക്കാൻ ചാൻസ് ഉണ്ടോ? ഇല്ല. ഓവുലേഷൻ ആബ്സെൻ്റ് ആണെങ്കിൽ മെൻസ്ട്രേഷൻ ഉണ്ടാവോ? ഇല്ല. ഓക്കെ, അപ്പം ആ ഒരു പീരീഡിനെയാണ് നമ്മൾ ലാക്ടേഷൻ അമിനോറിയ എന്ന് പറയുന്നത്. ഓക്കെ, ലാക്ടേഷൻ അമിനോറിയ ഈ ഒരു പർട്ടിക്കുലർ പീരീഡിലാണ് അവിടെ ഓവുലേഷനും മെൻസ്ട്രേഷനൊക്കെ ആബ്സെൻ്റ് ആയിരിക്കും ഡ്യൂ ടു ദ ഇൻറ്റൻസ് ലാക്ടേഷൻ. ഓക്കെ, അപ്പം ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന, പാർച്ചുറേഷൻ കഴിഞ്ഞ് ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന മദറിൽ ഓവുലേഷനും മെൻസ്ട്രേഷനും ആബ്സെൻ്റ് ആയിരിക്കും. ആ സമയത്ത് ഫെർട്ടിലൈസേഷൻ ചാൻസ് തീരെ കുറവായിരിക്കും. ഓക്കെ, അപ്പം അപ്പോഴാണ് ഈ മെത്തേഡ് നമുക്ക് കോൺട്രാസെപ്റ്റീവ് മെത്തേഡായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ലാക്ടേഷൻ അമിനോറിയ. അതുകൊണ്ട് ഇതൊരു കോൺട്രാസെപ്റ്റീവ് മെത്തേഡാണോ? അതെ, ഇറ്റ് ഈസ് എ നാച്ചുറൽ കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്. ഓക്കെ, നാച്ചുറൽ കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്. ചോദ്യം അപ്പോൾ അത് ജസ്റ്റിഫൈ ചെയ്തു. ക്ലിയർ ആണോ? അപ്പം ഈ ഒരു പർട്ടിക്കുലർ പീരീഡിൽ ഓവുലേഷനും മെൻസ്ട്രേഷനും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഫെർട്ടിലൈസേഷനുള്ള ചാൻസ് തീരെ കുറവായിരിക്കും. ഓക്കെ, അത് മനസ്സിലാക്കാം. അപ്പം ഇത് നോക്കേണ്ട കാര്യം, നമ്മളിവിടെ മനസ്സിലാക്കേണ്ട കാര്യം, വാട്ട് ഈസ് ദ മാക്സിമം എഫക്റ്റീവ്നെസ് ഓഫ് ദിസ് പീരീഡ് ഇൻ ടേംസ് ഓഫ് പീരീഡ് ഓഫ് ഡ്യൂറേഷൻ? ഓക്കെ, അപ്പം ലാക്ടേഷൻ അമിനോറിയ എന്ന് പറയുന്നത് നാച്ചുറൽ മെത്തേഡ് ഓഫ് കോൺട്രാസെപ്ഷൻ ആണെന്ന് പറഞ്ഞു. ഓക്കെ, നാച്ചുറൽ മെത്തേഡ് ഓഫ് കോൺട്രാസെപ്ഷൻ. ഇതിൽ നമ്മൾ മനസ്സിലാക്കണം, ഈ ലാക്ടേഷൻ അമിനോറിയ മെയിനായിട്ട് പറ്റുന്നത് ഇൻ ലാക്ടേറ്റിംഗ് വുമൺ, ലാക്ടേറ്റിംഗ് മദർ, ഓവുലേഷൻ വിൽ ബി ആബ്സെൻറ്റ്. ഓവുലേഷൻ ഇല്ലെങ്കിൽ ഫെർട്ടിലൈസേഷൻ ഉണ്ടാവുമോ? ഫെർട്ടിലൈസേഷൻ നടക്കുമോ? ഇല്ല. ഓക്കെ, അപ്പോൾ ഓർത്ത് വെക്കുക, ഇതാണ് ലാക്ടേഷൻ അമിനോറിയ. ഇവിടെ നമ്മുടെ സെക്കൻഡ് പാർട്ട് ക്വസ്റ്റ്യനിൽ വാട്ട് ഈസ് ദ മാക്സിമം എഫക്റ്റീവ്നെസ് ഓഫ് ദിസ് മെത്തേഡ് ഇൻ ടേംസ് ഓഫ് ടൈം ഓഫ് ഡ്യൂറേഷൻ? അത് ഓർത്തിരിക്കണം. ലാക്ടേഷൻ അമിനോറിയ ഈസ് സീൻ ഓൺലി ഇൻ ആഫ്റ്റർ മാക്സിമം 6 months ആഫ്റ്റർ പാർച്ചുറേഷൻ. അതാണ് ഇതിൽ ഈ ഒരു നാച്ചുറൽ മെത്തേഡിൻ്റെ ഒരു കാര്യം ഓർത്തിരിക്കേണ്ട, ഈ ടൈം ഡ്യൂറേഷൻ ഓർത്തിരിക്കണം. ഓവുലേഷൻ വിൽ ബി ആബ്സെൻറ്റ് ഫോർ മാക്സിമം 6 months ആഫ്റ്റർ പാർച്ചുറേഷൻ. ഓക്കെ, ഓർത്ത് വെക്കുക, ഇതാണ്
പ്രധാനമായിട്ട് ഓർത്ത് വെക്കേണ്ടത്. അപ്പം നമ്മുടെ ഈ ലാക്ടേഷൻ അമിനോറിയ എന്ന് പറയുന്ന നാച്ചുറൽ മെത്തേഡ് ഓഫ് കോൺട്രാസെപ്ഷനിൽ അതിൻ്റെ ടൈം പീരീഡ് എന്ന് പറയുന്നത് ഏകദേശം മാക്സിമം 6 മന്ത് വരെയൊക്കെ ഉണ്ടാവുള്ളൂ. ഓക്കെ, ഈ ഓവുലേഷൻ ആബ്സെൻ്റ് ആയിരിക്കുന്ന 6 മന്ത് വരെ ഉണ്ടാവുള്ളൂ ആഫ്റ്റർ പാർച്യുറേഷൻ. അത് ഓർത്ത് വെക്കാം. അപ്പോൾ ഈ ക്വസ്റ്റിൻ്റെ ആൻസർ നമുക്ക് എഴുതാൻ പറ്റി. അപ്പോൾ ലാക്ടേഷൻ അമിനോറിയെ കുറിച്ച് നിങ്ങൾ കൃത്യമായിട്ട് ഒന്ന് എഴുതണം. ലാക്ടേഷൻ അമിനോറിയ ഇസ് എ മെത്തേഡ് ഇൻ വിച്ച് ovulation is absent in lactating mother after parturition. It is for maximum 6 months time duration. Okay, ഇതൊരു നാച്ചുറൽ മെത്തേഡ് ഓഫ് കോൺട്രാസെപ്ഷൻ ആണ്. ഓക്കെ, ക്ലിയർ ആണോ? ഇതാണ് ഈ ക്വസ്റ്റ്യനുമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കിയിരിക്കേണ്ടത്. ക്ലിയർ ആണോ? യെസ്. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാം. ബ്രീഫ്ലി എക്സ്പ്ലെയിൻ 2 നാച്ചുറൽ മെത്തേഡ്സ് ഓഫ് ബർത്ത് കൺട്രോൾ. ഓൾറെഡി നമ്മൾ പറഞ്ഞു നാച്ചുറൽ മെത്തേഡ്സ് എന്താണെന്ന് പറഞ്ഞു അല്ലേ. നാച്ചുറൽ മെത്തേഡ്സിൽ സൈഡ് എഫക്ട്സ് ഒന്നും തന്നെ ഉണ്ടാവില്ല. ഈ ഒരു മെത്തേഡ് ഓഫ് കോൺട്രസെപ്ഷനിൽ മെയിനായിട്ട് ചെയ്യുന്നത് ഓവും സ്പേമും ഫ്യൂസ് ചെയ്യുന്നത്, അതായത് ഫെർട്ടിലൈസേഷനെ പ്രിവെൻറ്റ് ചെയ്യുന്നു. ഓക്കെ, അവർ മീറ്റ് ചെയ്യുന്നതിനെ പ്രിവെൻറ്റ് ചെയ്യുന്നു. ഇതാണ് നാച്ചുറൽ മെത്തേഡിൽ മെയിനായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഓർത്തിരിക്കണം, നാച്ചുറൽ മെത്തേഡ്സിൽ നമുക്ക് പഠിക്കാനുള്ളത് 3 എണ്ണം. പീരിയോഡിക് അബ്സ്റ്റിനൻസ്, പിന്നുള്ളത് വിഡ്രോവൽ ഓർ കോയിറ്റസ് ഇൻ്ററപ്റ്റസ്, പിന്നുള്ളത് ഇതാണ് നമ്മുടെ ഇപ്പോൾ പറഞ്ഞ ലാക്ടേഷണൽ അമിനോറിയ. ക്ലിയർ ആണോ? ഈ 3 എണ്ണം ഓർത്ത് വെക്കുക. അപ്പം നമ്മുടെ നാച്ചുറൽ മെത്തേഡ്സിൽ ഇവിടെ 2 എണ്ണത്തെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഒന്നാമത്തത് പീരിയോഡിക് അബ്സ്റ്റിനൻസ് ചെയ്താം അല്ലേ. അബ്സ്റ്റിനൻസ്, പീരിയോഡിക് അബ്സ്റ്റിനൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? In this natural method, avoiding coitus from the 10th day to the 17th day of the menstrual cycle. ഓക്കെ, menstrual cycle 10ാമത്തെ ഡേ മുതൽ 17ാമത്തെ ഡേ വരെയുള്ള സമയത്തിൽ കോയിറ്റസ് അവോയ്ഡ് ചെയ്യുന്നു. അങ്ങനെ അവോയ്ഡ് ചെയ്താൽ ഫെർട്ടിലൈസേഷൻ ഉള്ള ചാൻസ് കുറവായിരിക്കും. അതൊരു കോൺട്രാസെപ്റ്റീവ് മെത്തേഡായിട്ട് അങ്ങനെ ഫോളോ ചെയ്യാം. ഓക്കെ, ഇറ്റ് ഈസ് എ നാച്ചുറൽ മെത്തേഡ് ഓഫ് കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്. ഓക്കെ, ഓർത്ത് വെക്കുക. അതിൽ ഓർക്കേണ്ട കാര്യം 10 to 17 ഡേയ്സിൽ കോയിറ്റസ് അവോയ്ഡ് ചെയ്താലുള്ള ഗുണം എന്ന് പറഞ്ഞാൽ 10 to 17th ഡേ ഓഫ് മെൻസ്ട്രൽ സൈക്കിളിലാണ് ഓവുലേഷൻ നടക്കാനുള്ള സാധ്യതയുള്ള ദിവസങ്ങൾ. ആ ഒരു പീരീഡിനെ നമ്മൾ ഫെർട്ടൈൽ പീരീഡ് എന്ന് പറയും. എന്നാ പറയും? ഫെർട്ടൈൽ പീരീഡ്. ഓക്കെ, ഫെർട്ടൈൽ പീരീഡ് എന്ന് പറയും. 10 to 17th ഡേ ഓഫ് menstrual cycle. ഓക്കെ, അപ്പം ഈ ഒരു ഡേയിൽ ഈ നമ്മുടെ ഓവുലേഷൻ നടക്കുന്ന ചാൻസ് ഉള്ള ദിവസങ്ങളായതുകൊണ്ട് തന്നെ അത് അവോയ്ഡ് ചെയ്ത് ഫെർട്ടൈൽ പീരീഡ് അവോയ്ഡ് ചെയ്തിട്ടുള്ള ദിവസങ്ങൾ ഫെർട്ടിലൈസേഷൻ നടക്കാനുള്ള ചാൻസ് തീരെ കുറവാണ്. അതുകൊണ്ടാണ് ഇതൊരു നാച്ചുറൽ മെത്തേഡായിട്ട് യൂസ് ചെയ്യുന്ന പീരിയോഡിക് അബ്സ്റ്റിനൻസ്. ക്ലിയർ ആണോ? അവോയ്ഡിങ് കോയിസസ് ഡ്യൂറിങ് 10th to 17th day of the menstrual cycle. ഓക്കെ, അങ്ങനെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ക്ലിയർ ആണോ? ഇനിയും 2ാമത്തെ നാച്ചുറൽ മെത്തേഡ് നമുക്ക് എഴുതാം. ഏതാണ്? വിഡ്രോവൽ ഓർ ഇൻ്ററപ്റ്റസ്, കോയിറ്റസ് ഇൻ്ററപ്റ്റസ്. ഓക്കെ, ഇവിടെ ഓർത്തിരിക്കണം, ഇറ്റ് ഈസ് അവോയ്ഡിങ് ഇൻസെമിനേഷൻ. ദാറ്റ് മീൻസ് അവോയ്ഡിങ് ദ ട്രാൻസ്ഫർ ഓഫ് സ്പെർം ഇൻ ടു ദ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ട്രാക്ട്. അതായത് ഇൻസെമിനേഷൻ അല്ലെങ്കിൽ ഇജാക്കുലേഷന് ജസ്റ്റ് മുമ്പായിട്ട് മെയിൽ പാർട്ണർ ഈസ് റിലീസിങ് ഓർ വിഡ്രോയിങ് ഹിസ് പെനിസ് ഫ്രം ദ വജീന. ഓക്കെ, അതാണ് ഈ ഒരു മെത്തേഡ്, ഈ ഒരു നാച്ചുറൽ മെത്തേഡ്. ബൈ ദസ് പ്രിവെൻറ്റിംഗ് ദ എൻട്രി ഓഫ് സ്പെർം ഇൻ ടു ദ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ട്രാക്ട് ആൻഡ് പ്രിവെൻറ്റിംഗ് ഫെർട്ടിലൈസേഷൻ. ക്ലിയർ ആണോ? അതാണ് വിഡ്രോവൽ അല്ലെങ്കിൽ കോയിറ്റസ് ഇൻ്ററപ്റ്റസ് മെത്തേഡ്. അത് നമ്മൾ എഴുതുക. അത്ര എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ബ്രീഫ്ലി എക്സ്പ്ലെയിൻ 2 നാച്ചുറൽ മെത്തേഡ്സിൽ നമുക്ക് ഒന്നുകിൽ ഇത് രണ്ടും എക്സ്പ്ലെയിൻ ചെയ്യാം, അല്ലെങ്കിൽ ലാക്ടേഷൻ അമിനോറിയ, അല്ലെങ്കിൽ ഇതിലേതെങ്കിലും ഒന്നും ലാക്ടേഷൻ അമിനോറിയയും കൂടെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാവുന്നതാണ്. അപ്പോൾ ഓർത്തിരിക്കണം, നാച്ചുറൽ മെത്തേഡ്സിൽ പ്രധാനമായിട്ട് 3 എണ്ണം ഏതൊക്കെയാണ്? പീരിയോഡിക് അബ്സ്റ്റിനൻസ് ഉണ്ട്, വിഡ്രോവൽ ഓർ കോയിറ്റസ് ഇൻ്ററപ്റ്റസ് ഉണ്ട്, പിന്നുള്ളത് ഏതാണ്? ലാക്ടേഷൻ അമിനോറിയ. ഓക്കെ, ഇതാണ് നാച്ചുറൽ മെത്തേഡ്സ് ഓഫ് കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോട്ടെ. ഇത് ക്ലിയർ ആണോ? യെസ്.
അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ ആർ നോൺ മെഡിക്കേറ്റഡ് IUDs ഡിഫറെൻറ്റ് ഫ്രം ഹോർമോൺ റിലീസിങ് IUDs ആൻഡ് ഗീവ് എക്സാമ്പിൾസ്. അപ്പോൾ നമ്മൾ ഓൾറെഡി IUDs എന്താണെന്ന് പറഞ്ഞു, ഇൻട്രായുട്രൈൻ ഡിവൈസസ് അല്ലേ, ഇൻട്രായുട്രൈൻ ഡിവൈസസ്. അപ്പോൾ ഈ ഇൻട്രായുട്രൈൻ ഡിവൈസസ് പ്രധാനമായിട്ട് 3 ടൈപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. നോൺ മെഡിക്കേറ്റഡ് ഉണ്ട്, കോപ്പർ റിലീസിംഗ് ഉണ്ട്, അതുപോലെ ഹോർമോൺ റിലീസിംഗ് ഉണ്ട്. അപ്പോൾ ഇതിൽ നമ്മുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചേക്കുന്നത് നോൺ മെഡിക്കേറ്റഡിൻ്റെയും ഹോർമോൺ റിലീസിങ് IUDൻ്റെയും മേജർ ഡിഫറൻസ് എന്താണ്, മേജർ ഡിഫറൻസ് എന്താണ്? ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഡിഫറൻസ് ഓർക്കുമ്പോൾ അതിൻ്റെ ഫംഗ്ഷൻ നോക്കുക. ഒന്നാമത്തത് നോൺ മെഡിക്കേറ്റഡ് IUDs ആണ് അല്ലേ, നോൺ മെഡിക്കേറ്റഡ് IUDs. എന്താണ് ഫംഗ്ഷൻ? ഫംഗ്ഷൻ എന്താണ്? ഫാഗോസൈറ്റോസിസ് ഓഫ് സ്പേംസ്. ഓക്കെ, ഫാഗോസൈറ്റോസിസ് ഓഫ് സ്പേം ആണ്, ഇൻ ദ യൂട്രസ്. ഫാഗോസൈറ്റോസിസ് ഓഫ് സ്പേം ഇൻ ദ യൂട്രസ് ആണ് മെയിനായിട്ട് ഈ നോൺ മെഡിക്കേറ്റഡ് IUDയുടെ ഫംഗ്ഷൻ. ഓക്കെ, എന്നാൽ ഹോർമോൺ റിലീസിങ് IUDയുടെ ഫംഗ്ഷൻ നമ്മൾ നോക്കുമ്പം ഓർത്തിരിക്കണം, ഇറ്റ് മേക്ക് യൂട്രസ് unsuitable for implantation. It also make cervix hostile or unsuitable for sperms. ഓക്കെ, ഓർത്തിരിക്കുക. അപ്പോൾ ഈ ഒരു ഡിഫറൻസ് ആണ് മേജറായിട്ട് നമുക്ക് എഴുതാൻ പറ്റുന്നത്. അതായത് നോൺ മെഡിക്കേറ്റഡ് IUDs ചെയ്യുന്നത് ഫാഗോസൈറ്റോസിസ് ഓഫ് സ്പേം ഇൻ ദ യൂട്രസ് ആണ്. ഓക്കെ, എന്നാൽ ഹോർമോൺ റിലീസിങ് IUDs ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അവർ യൂട്രസിനെ അൺസ്യൂട്ടബിൾ ആക്കും ഫോർ ഇംപ്ലാന്റേഷൻ ആൻഡ് ഓൾസോ മേക്സ് ദ സെർവിക്സ് അൺസ്യൂട്ടബിൾ ഫോർ the entry of sperm. ഓക്കെ, അപ്പോൾ ഹോസ്റ്റൈൽ എന്ന് പറഞ്ഞാൽ അൺസ്യൂട്ടബിൾ ആക്കുമെന്ന് ഓർത്തിരിക്കുക. അങ്ങനെ സെർവിസിലേക്ക് സ്പേം കടക്കത്തില്ല. സ്പേം കടക്കാതെ വരുമ്പോൾ അവിടെ ഫെർട്ടിലൈസേഷൻ പ്രിവെൻറ്റഡ് ആകും. ഓക്കെ, ഇതാണ് ഇതിൻ്റെ രണ്ടിൻ്റെയും മേജർ ഡിഫറൻസ്. ആക്ട് ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞാൽ രണ്ടുപേരും ചെയ്യുന്നത് പ്രിവെൻഷൻ ഓഫ് ഫെർട്ടിലൈസേഷൻ ആണ്, പക്ഷേ രണ്ടിൻ്റെയും രീതിയിൽ ഡിഫറൻസ് ഉണ്ട്. ഓക്കെ, അപ്പം ഇതിൻ്റെ കൂടെ നിങ്ങൾ കോപ്പർ റിലീസിംഗിൽ ഓർത്തിരിക്കുക. കോപ്പർ റിലീസിംഗ് നമ്മൾ പറഞ്ഞു, കോപ്പർ റിലീസിംഗ് IUDs ചെയ്യുന്നത് സപ്രസിങ് ദ മോട്ടിലിറ്റി ഓഫ് സ്പേംസ് ആൻഡ് കപ്പാസിറ്റി ഓഫ് സ്പേം ഫോർ ഫെർട്ടിലൈസേഷൻ ആണ്. അത് ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ഈ ക്വസ്റ്റ്യൻ ആൻസറിൽ നമുക്ക് ഇത് രണ്ടും മതി. ഓക്കെ, അപ്പോൾ നമ്മൾ നോൺ മെഡിക്കേറ്റഡിൻ്റെ ഫീച്ചർ ചെയ്ത ഹോർമോൺ റിലീസിങ് IUDsൻ്റെ ഫീച്ചർ എഴുതി. ഓക്കെ, ഇതാണ് മേജർ ഡിഫറൻസ്. ഒന്ന് ഫാഗോസൈറ്റോസിസ് ഓഫ് സ്പേം ആണ് നടത്തുക, ഒന്ന് മേക്സ് എ യൂട്രസ് അൺസ്യൂട്ടബിൾ ഫോർ ഇംപ്ലാന്റേഷൻ ആൻഡ് മേക്സ് എ സെർവിക്സ് അൺസ്യൂട്ടബിൾ ഫോർ ദ എൻട്രി ഓഫ് സ്പേംസ്. ഓക്കെ ആണോ? യെസ്. അപ്പം ഇനിയും ചോദ്യം തീർന്നിട്ടില്ല. ഗീവ് എക്സാമ്പിൾസ് എന്ന് പറയുന്നുണ്ട് ഇല്ലേ, അപ്പോൾ നമുക്ക് നോൺ മെഡിക്കേറ്റഡ് IUDsൻ്റെ എക്സാമ്പിൾ തന്നെ എഴുതാം. നോൺ മെഡിക്കേറ്റഡ് IUDsൻ്റെ എക്സാമ്പിൾ എന്താണ്? ലിപ്പിസ് ലൂപ്പ്. ഓക്കെ, ലിപ്പിസ് ലൂപ്പാണ്. ഇനിയും ഹോർമോൺ റിലീസിങ്ങിൻ്റെ എക്സാമ്പിൾ നോക്കി. ഏതാണ് ഹോർമോൺ റിലീസിങ് IUDയുടെ എക്സാമ്പിൾ? ഏതാ ഉള്ളത്? LNG-20 നമുക്ക് എഴുതാം. LNG-20 ഇത് മാത്രമാണോ ഉള്ളത്? പ്രൊജസ്റ്റാസ്റ്റേറ്റ് എന്ന് പറഞ്ഞ ഒരു ഹോർമോൺ റിലീസിങ് IUD ഉണ്ട്. നമുക്കിവിടെ ഈ എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ ഓരോ എക്സാമ്പിൾ വെച്ച് എഴുതിയാൽ മതി. ഒന്ന് ലിപ്പിസ് ലൂപ്പ്, മറ്റത് ഏതാണ്? LNG-20. ഇറ്റ് ഈസ് എ ഹോർമോൺ റിലീസിങ് IUD. അപ്പം ഈ കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സിൽ തന്നെ ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് വരുന്നതാണ്. കണ്ടോ, നമ്മൾ പല ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമ്മളിപ്പോൾ കണ്ടു. ഓക്കെ, ഇത് ക്ലിയർ ആണ്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. യെസ്, കാറ്റഗറൈസ് ദ ഗിവൺ ബർത്ത് കൺട്രോൾ മെത്തേഡ്സ് ഇൻടു 3 ഗ്രൂപ്പ്സ് വിത്ത് പ്രോപ്പർ ഹെഡ്സ്. നമ്മൾ ബർത്ത് കൺട്രോൾ മെത്തേഡ്സ് പഠിക്കുന്നത് പലതുണ്ട്. നാച്ചുറൽ മെത്തേഡ്സ് ഉണ്ട്, പിന്നെ ഏതാണുള്ളത്? ബാരിയർ മെത്തേഡ്സ് ഉണ്ട്, ഓറൽ കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് ഉണ്ട്, പിന്നെ ഉള്ളത് സർജിക്കൽ മെത്തേഡ്സ് ഉണ്ട്. അങ്ങനെ പലതുണ്ട് അല്ലേ. ഇനിയും IUDs ഉണ്ട്, ഇൻട്രായുട്രീൻ ഡിവൈസസ് ഉണ്ട്. ഇതൊക്കെ പല മെത്തേഡ്സ് ഓഫ് ബർത്ത് കൺട്രോൾ മെത്തേഡ്സ് ആണ്.
അപ്പം ഇവിടെ കുറച്ച് എക്സാമ്പിൾസ് തന്നിരിക്കുന്നു, ബർത്ത് കൺട്രോൾ മെത്തേഡ്സിന് എക്സാമ്പിൾ തന്നിരിക്കുന്നു. നമ്മൾ അതിനെ പ്രോപ്പർ ഹെഡിങ്ങിലാക്കണം, അതാണ് ചോദ്യം. പ്രോപ്പർ ഹെഡിങ് കൊടുക്കണം. അപ്പോൾ നോക്കുമ്പം ഒന്നാമത്തെ നമുക്ക് നോക്കാം, സെർവിക്കൽ ക്യാപ്സ്. സെർവിക്കൽ ക്യാപ്സ് എന്ന് പറയുമ്പം അതെവിടെ വരും, ഏത് കാറ്റഗറി വരും? യെസ്, ബാരിയർ മെത്തേഡ്സിലാണ് വരിക അല്ലേ. ബാരിയർ മെത്തേഡ്സിൽ വരുന്നവരാണ് കോണ്ടം, ഈ പറഞ്ഞ സെർവിക്കൽ ക്യാപ്പ്, വാൾസ്, ഡയഫ്രം, ഇങ്ങനെയുള്ളതൊക്കെ ബാരിയർ മെത്തേഡ്സിൽ വരുന്നതാണ്. അപ്പം ഇവിടെ സെർവിക്കൽ ക്യാപ്പിനെ നമുക്ക് ഏത് ഹെഡിങ്ങിലാക്കാം, ഏത് ഹെഡിങ് കൊടുക്കാം? യെസ്, ബാരിയർ മെത്തേഡ്സ് എന്നുള്ള ഹെഡിങ് കൊടുക്കാം. ബാരിയർ മെത്തേഡ്സ്. ഓക്കെ, അതിൽ വരുന്നതാണ് സെർവിക്കൽ ക്യാപ്സ്. ഓക്കെ ആണോ? ഇതൊരു ബാരിയർ മെത്തേഡാണ്, മെയിൻലി യൂസ്ഡ് ഇൻ ഫീമെയിൽസ്. ഫീമെയിൽസിൽ യൂസ് ചെയ്യുന്ന ബാരിയർ മെത്തേഡാണ് സെർവിക്കൽ ക്യാപ്പ്, വോൾസ്, ഡയഫ്രംസ് ഒക്കെ. കോണ്ടം ഈസ് യൂസ്ഡ് ഇൻ ബോത്ത് ഫീമെയിൽസ് ആൻഡ് മെയിൽസ്. ഓക്കെ, അതൊരു ബാരിയർ മെത്തേഡാണ്, മെയിൽസിലും ഫീമെയിൽസിലും യൂസ് ചെയ്യുന്ന ബാരിയർ മെത്തേഡാണെന്ന് ഓർത്ത് വെക്കാം. ഇവിടെ ബാരിയർ മെത്തേഡ്സിൽ നമ്മൾ സെർവിക്കൽ ക്യാപ്പ് കൊടുത്തു. രണ്ടാമത് നോക്കിയപ്പം വാസെക്ടമി. വാസെക്ടമി എന്ന് പറഞ്ഞാൽ എന്താണ്? വാസ് ഡെഫറൻസ്. മെയിൽസിൽ വാസ് ഡെഫറൻസിനെ ചെറിയൊരു പോർഷൻ റിമൂവ് ചെയ്യുവോ അല്ലെങ്കിൽ ഒരു ചെറിയൊരു പോർഷൻ കട്ട് ചെയ്ത് ടൈ ചെയ്ത് വെക്കുകയോ ചെയ്യുന്ന ഒരു മെത്തേഡാണ് വാസെക്ടമി എന്ന് പറയുന്നത്. മെയിൽസിലുള്ള ഒരു സർജിക്കൽ മെത്തേഡാണ്, അല്ലെങ്കിൽ മെയിൽസിലുള്ള ഒരു സ്റ്റെറിലൈസേഷൻ മെത്തേഡാണ് വാസെക്ടമി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് വാസെക്ടമിക്ക് എന്ത് ഹെഡിങ് കൊടുക്കാം? വാസെക്ടമിക്ക് എന്ത് ഹെഡിങ് കൊടുക്കാം? സർജിക്കൽ മെത്തേഡ് എന്ന് കൊടുക്കാം. സർജിക്കൽ മെത്തേഡ്. ഓക്കെ, സർജിക്കൽ മെത്തേഡ്സിൽ വരുന്നതാണ് വാസെക്ടമി. ക്ലിയർ ആണോ? അപ്പോൾ മെയിൽസിലുള്ള സർജിക്കൽ മെത്തേഡാണ് വാസെക്ടമി. ഓർത്തിരിക്കുക, ഇറ്റ് ഈസ് എ റിമൂവൽ ഓഫ് എ സ്മോൾ പോർഷൻ ഓഫ് വാസ് ഡിഫറൻസ് ഓർ കട്ടിംഗ് ആൻഡ് ടൈയിങ് ഓഫ് എ സ്മോൾ പോർഷൻ, ടൈയിങ് ഓഫ് വാസ് ഡിഫറൻസ് ഇൻ മെയിൽസ്. ഇറ്റ് ഈസ് എ സർജിക്കൽ മെത്തേഡ്. ഇറ്റ് ഈസ് നോൺ ആസ് vasectomy. It is for preventing the movement of sperm into the reproductive tract of female. അപ്പോൾ ഗമീറ്റിനെ അവിടെ ബ്ലോക്ക് ചെയ്യുകയാണ്, അങ്ങനെ റീപ്രൊഡക്റ്റീവ് ഫെർട്ടിലൈസേഷനെ പ്രിവെൻറ്റ് ചെയ്യുന്നു. അതുകൊണ്ടാണ് അതൊരു കോൺട്രാസെപ്റ്റീവ് മെത്തേഡായിട്ട് ആക്ട് ചെയ്യുന്നത്. ഓർത്ത് വെക്കുക കേട്ടോ. അപ്പം വാസെക്ടമി. ഓക്കെ, അപ്പോൾ വാസെക്ടമി സർജിക്കൽ മെത്തേഡിൽ വന്നു. ഇനി കോപ്പർ ടീ ആണ്. കോപ്പർ ടീ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. കോപ്പർ ടീ ഏതാണ്? ആ ഒരു IUD ആണ് അല്ലേ. IUD എന്ന് പറഞ്ഞാൽ ഇൻട്രായുട്രൈൻ ഡിവൈസസ്. IUDസിൽ നമുക്ക് ആ ഹെഡിങ്ങിൽ താഴെ നമുക്ക് എഴുതാം കോപ്പർ ടീ. ഓക്കെ, കോപ്പർ ടീ. ഓക്കെ, കോപ്പർ ടീയുടെ ഫംഗ്ഷനൊക്കെ നമ്മൾ പറഞ്ഞു. കോപ്പർ ടീ എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഓഫ് കോപ്പർ റിലീസിങ് IUD ആണ്. കോപ്പർ റിലീസിങ് ഇൻട്രായുട്രൈൻ ഡിവൈസസ് ആണ്. ഓക്കെ, മെയിനായിട്ട് അതിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് സപ്രസ് ദ മോട്ടിലിറ്റി ഓഫ് സ്പേംസ് ആൻഡ് റെഡ്യൂസിങ് ദ കപ്പാസിറ്റി ഓഫ് സ്പേംസ് ഫോർ ഫെർട്ടിലൈസേഷൻ. മനസ്സിലായോ? ഓർത്തിരിക്കണം. കോപ്പർ റിലീസിങ് IUDയുടെ ഒരു എക്സാമ്പിളാണ് കോപ്പർ ടീ. IUD ആയിട്ട് നമുക്ക് ഇവിടെ ഹെഡിങ്ങിൽ നമ്മൾ എഴുതി. വീണ്ടും അടുത്ത് നോക്കിയേ, ട്യൂബെക്ടമി. ട്യൂബെക്ടമി എന്താണ്? ഫീമെയിൽസിലുള്ള സർജിക്കൽ മെത്തേഡാണ് കേട്ടോ. ഫീമെയിൽസിലുള്ള സർജിക്കൽ മെത്തേഡിനെ പറയും ട്യൂബെക്ടമി. ഓക്കെ, ഫീമെയിൽസിലുള്ള ട്യൂബെക്ടമി നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഫലോപ്പിയൻ ട്യൂബിൻ്റെ ചെറിയൊരു പോർഷനെ റിമൂവ് ചെയ്യുവോ അല്ലെങ്കിൽ ഫലോപ്പിയൻ ട്യൂബിനെ കട്ട് ചെയ്ത് രണ്ട് രീതിയിൽ ടൈ ചെയ്ത് നിർത്തും. ഫോർ പ്രിവെൻറ്റിങ് ദ മൂവ്മെൻറ്റ് ഓഫ് ഓവം. ഓക്കെ, ഓവത്തിൻ്റെ മൂവ്മെൻറ്റ് ബ്ലോക്ക് ചെയ്യാൻ നമ്മൾ ഫലോപ്പിയൻ ട്യൂബിനെ കട്ട് ചെയ്ത് ടൈ ചെയ്ത് നിർത്തുന്ന ആ പ്രോസസ്സാണ്. ആ ഒരു സർജിക്കൽ മെത്തേഡിനെയാണ് നമ്മൾ ട്യൂബെക്ടമി എന്ന് പറയുന്നത്. അപ്പോൾ അതൊരു എവിടെ എഴുതാം? സർജിക്കൽ മെത്തേഡ് എന്ന ഹെഡിങ്ങിന് താഴെ എഴുതത്തില്ലേ? ട്യൂബെക്ടമി ഈസ് ദ സർജിക്കൽ മെത്തേഡ് യൂസ്ഡ് ഇൻ ഫീമെയിൽസ്. വാസെക്ടമി മെയിൽസിലാണ്, ട്യൂബെക്ടമി ഫീമെയിൽസിലാണ്. ഓർത്തിരിക്കുക കേട്ടോ. ഓക്കെ, ഇനിയും നമ്മൾ നോക്കുക ഡയഫ്രം. ഡയഫ്രം എന്താണ്? ഡയഫ്രം ഒരു ബാരിയർ മെത്തേഡാണ് കേട്ടോ. ഫീമെയിൽസിൽ യൂസ് ചെയ്യുന്ന ഒരു ബാരിയർ മെത്തേഡാണ് ഡയഫ്രം. ഓക്കെ, ഡയഫ്രംസ്. നെക്സ്റ്റ് ഈസ് കോണ്ടംസ്. കോണ്ടംസും ഒരു ബാരിയർ മെത്തേഡാണ്. മെയിൽസിലും ഫീമെയിൽസിലും യൂസ് ചെയ്യാറുണ്ട് കോണ്ടംസ്. വീണ്ടും ലിപ്പിസ് ലൂപ്പ്. എന്താ ലിപ്പിസ് ലൂപ്പ്? ലിപ്പിസ് ലൂപ്പ് ഒരു ഇൻട്രായുട്രൈൻ ഡിവൈസിന് എക്സാമ്പിളാണ്. ഏത് ഇൻട്രായുട്രൈൻ ഡിവൈസ്? 3 ടൈപ്പ് ഇല്ലേ? അതിൽ നോൺ മെഡിക്കേറ്റഡ് ഇൻട്രായുട്രൈൻ ഡിവൈസിന് എക്സാമ്പിളാണ് ലിപ്പിസ് ലൂപ്പ്. അപ്പം നമുക്ക് ഇൻട്രായുട്രൈൻ ഡിവൈസസ് എന്നുള്ള ഹെഡിങ്ങിൽ ലിപ്പിസ് ലൂപ്പിനെ എഴുതാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ആൻസറായി. 2 മാർക്ക് ക്വസ്റ്റ്യനൊക്കെ ആയിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. ഓക്കെ, വളരെ സിമ്പിളായിട്ട് നമുക്കിതിനെ ഹെഡിങ് കൊടുത്ത് എഴുതാനാണ് ചോദിച്ചത്. ഇതെല്ലാം തന്നിട്ടുണ്ട്, ഹെഡിങ് മാത്രം കൊടുത്തൊന്ന് കാറ്റഗറൈസ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക്
ബാരിയർ മെത്തേഡ്സിൽ സെർവിക്കൽ ക്യാപ്സ്, ഡയഫ്രംസ്, കോണ്ടംസ്. ഇനിയും സർജിക്കൽ മെത്തേഡ്സിൽ വരുമ്പം വാസെക്ടമി, ട്യൂബെക്ടമി. IUDസിൽ വരുമ്പം കോപ്പർട്ടി, ലിപ്പിസ് ലൂപ്പ്. അങ്ങനെ നമ്മൾ ഹെഡിങ് കൊടുത്ത് കൃത്യമായിട്ട് കാറ്റഗറൈസ് ചെയ്ത് എഴുതി. ഓക്കെ ആണോ ഈ ക്വസ്റ്റ്യൻ? ഓക്കെ ആണോ? യെസ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാം. Amniocentesis for sex determination is banned in our country. Is this ban necessary? Comment. അപ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കണം എന്തുവാ അമ്നിയോസെന്റസിസ്. എന്തുവാ അമ്നിയോസെന്റസിസ്? It is a method used to diagnose the chromosomal pattern of a fetus by analyzing the amniotic fluid surrounding the fetus. അതായത് ഒരു ഫീറ്റസിനെ കവർ ചെയ്തിരിക്കുന്ന അമ്നിയോട്ടിക് ഫ്ലൂയിഡിനെ എടുത്തിട്ട് അതിനെ സ്റ്റഡി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഫീറ്റസിൻ്റെ ഒരു ക്രോമസോമൽ പാറ്റേൺ മനസ്സിലാക്കാനായിട്ട് പറ്റും. ഓക്കെ, ആ ഒരു മെത്തേഡിനെയാണ് അമ്നിയോസെന്റസിസ് എന്ന് പറയുന്നത്. ഓക്കെ, അമ്നിയോസെന്റസിസ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്? അമ്നിയോട്ടിക് ഫ്ലൂയിഡ്. അമ്നിയോട്ടിക് ഫ്ലൂയിഡിൽ നമ്മുടെ ഈ ഫീറ്റസിൻ്റെ സെൽസും വരും. ഫീറ്റസിൻ്റെ ബോഡിയിൽ നിന്നുള്ള സെൽസും അമ്നിയോട്ടിക് ഫ്ലൂയിഡിൽ കാണും. അപ്പോൾ പിന്നെ അമ്നിയോട്ടിക് ഫ്ലൂയിഡ് നമ്മൾ കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് ഫീറ്റൽ സെൽസ് ഉണ്ടാവും. ആ ഫീറ്റൽ സെൽസിനെ പഠിച്ചു കഴിഞ്ഞാൽ ആ ഫീറ്റസിൻ്റെ ക്രോമസോമൽ പാറ്റേൺ നമുക്ക് സ്റ്റഡി ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അത് ഓർത്തിരിക്കുക. അപ്പോൾ അമ്നിയോസെന്റസിസ് എന്ന് പറയുന്നത് അങ്ങനെ ആ ഒരു മെത്തേഡാണ്, അമ്നിയോട്ടിക് ഫ്ലൂയിഡിനെ സ്റ്റഡി ചെയ്യുന്ന മെത്തേഡ്. ഓക്കെ, അപ്പോൾ ഓർത്തിരിക്കുക അമ്നിയോസെന്റസിസ് യൂസ്ഡ് ഫോർ knowing the chromosomal pattern of fetus. ഓക്കെ, ഓർത്തിരിക്കുക ക്രോമസോമൽ പാറ്റേൺ മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ്. ഇവിടെ ചോദ്യം അമ്നിയോസെന്റസിസ് ഫോർ സെക്സ് ഡിറ്റർമിനേഷൻ ഇസ് ബാൻഡ് ഇൻ അവർ കൺട്രി. ഇന്ത്യയിൽ ബാൻ ചെയ്തിട്ടുണ്ട്. ഇത് ഈ ഒരു ബാൻ നെസസറി ആണോ എന്നാണ് ചോദ്യം. നമ്മളോട് കമൻറ്റ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം അമ്നിയോസെന്റസിനെ കുറിച്ച് എഴുതുന്നു. ഈസ് ബാൻ ഈസ് നെസസറി എന്ന ചോദ്യത്തിന് ഉത്തരം എഴുതണം. യെസ് ഓർ നോ? യെസ് ഓർ നോ എഴുതുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം. നമ്മൾ ക്രോമസോമൽ പാറ്റേൺ മനസ്സിലാക്കുന്ന ഒരു മെത്തേഡാണ് അമ്നിയോസെന്റസിസ്. ക്രോമസോമൽ പാറ്റേൺ മനസ്സിലാക്കിയാൽ നമുക്ക് ഈ ഫീറ്റസിൻ്റെ സെക്സും അറിയാൻ പറ്റും. ശരിയാണോ? ക്രോമസോമിൻ്റെ എണ്ണം എത്രയാണ്? ഹ്യൂമൻ ബീങ്സിൽ ക്രോമസോമിൻ്റെ എണ്ണം എത്രയാണ്? 46 ആണ് അല്ലേ? 46 ആണ്. അതിൽ 44 ഓട്ടോസോംസ് ഉണ്ട് ഇല്ലേ? 44 ഓട്ടോസോംസ് ഉണ്ട്. 2 സെക്സ് ക്രോമസോംസ് ഉണ്ട്. അതിൽ XX എന്നാണെങ്കിൽ അതെന്താണ്? ഫീമെയിൽ ഫീറ്റസ് ആയിരിക്കും അല്ലേ? XY എന്നാണെങ്കിലോ അതൊരു മെയിൽ ഫീറ്റസ് ആയിരിക്കും. ശരിയല്ലേ? അപ്പം നമുക്ക് ക്രോമസോമൽ പാറ്റേൺ മനസ്സിലാക്കിയാൽ ഫീറ്റസിൻ്റെ സെക്സും അറിയാൻ പറ്റും, സെക്സും ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റും. അപ്പം ഇന്ത്യയിൽ വന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ അമ്നിയോസെന്റസിസ് യൂസ് ചെയ്യുമായിരുന്നു, അങ്ങനെ ക്രോമസോമൽ പാറ്റേൺ ഒക്കെ സ്റ്റഡി ചെയ്യുമായിരുന്നു. അപ്പം പക്ഷേ ഇത് ആൾക്കാർ സെക്സ് ഡിറ്റർമിനേഷൻ യൂസ് ചെയ്യാനായിട്ട് തുടങ്ങി. എന്തിനു വേണ്ടിയിട്ടാണ്? സെക്സ് ഡിറ്റർമിനേഷൻ. സെക്സ് ഡിറ്റർമിനേഷനിൽ യൂസ് ചെയ്ത് പോട്ടെ, സെക്സ് ഡിറ്റർമൈൻ ചെയ്ത് കഴിഞ്ഞാൽ അത് ഫീമെയിൽ ഫീറ്റസ് ആണെങ്കിൽ ഫീമെയിൽ ഫീറ്റിസൈഡ് ചെയ്യാനായിട്ട് തുടങ്ങി. ഓക്കെ, ഫീമെയിൽ ഫീറ്റിസൈഡുകളുടെ എണ്ണം കൂടിക്കൂടി വന്നപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയിൽ അമ്നിയോസെന്റസിസ് ബാൻ ചെയ്യേണ്ടതായിട്ട് വന്നത്. മനസ്സിലായോ? ഇല്ലീഗലായിട്ട് ആൾക്കാർ അമ്നിയോസെന്റസിസ് നടത്തി ഇത് ഫീമെയിൽ ഫീറ്റിസൈഡ്സിൻ്റെ എണ്ണം ഭയങ്കരമായിട്ട് കൂടി. അപ്പം അതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ, അതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ അമ്നിയോസെന്റസിസ് ബാൻ ചെയ്യേണ്ടതായിട്ട് വന്നത്. അപ്പം ഇത് ബാൻ ചെയ്തില്ലായിരുന്നെങ്കിൽ എന്ത് പറ്റിയാനെ? ഈ സെക്സ് ഡിറ്റർമിനേഷൻ കൂടും, ഫീമെയിൽ ഫീറ്റിസൈഡ്സ് കൂടും. അപ്പം ഈ ഇന്ത്യയിലുള്ള പോപ്പുലേഷനിലെ സെക്സ് റേഷ്യോയിൽ ഡിഫറൻസ് വന്നേനെ. മെയിൽ ഫീമെയിൽ റേഷ്യോയിൽ വലിയ ഡിഫറൻസ് വരും. അത് പ്രശ്നമാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മുടെ ചോദ്യത്തിന് ഉത്തരത്തിലേക്ക് നമുക്ക് വരാം. അമ്നിയോസെന്റസിസ് ഫോർ സെക്സ് ഡിറ്റർമിനേഷൻ ഈസ് ബാൻഡ് ഇൻ അവർ കൺട്രി. ഈസ് ദിസ് ബാൻ നെസസറി? അപ്പോൾ ഈ ബാൻ നെസസറി ആണോ? നമുക്ക് കമൻറ്റ് ചെയ്യാം. യെസ്, ദിസ് ബാൻ ഈസ് നെസസറി ഫോർ പ്രിവെൻറ്റിംഗ് ദ ഫീമെയിൽ ഫീറ്റിസൈഡ്സ്. ഫോർ പ്രിവെൻറ്റിംഗ് ഫീമെയിൽ ഫീറ്റിസൈഡ്സ് ദാറ്റ് വാസ് പ്രിവെയിൽഡ് ഇൻ ഇന്ത്യ. അപ്പോൾ ഇന്ത്യയിലുണ്ടായിരുന്ന ഫീമെയിൽ ഫീറ്റിസൈഡ്സിനെ പ്രിവെൻറ്റ് ചെയ്യാൻ ശരിക്കും പറഞ്ഞാൽ ഇത് ബാൻ ചെയ്തത് നന്നായി. ഓക്കെ, അപ്പോൾ അത് നെസസറി ആണ് എന്നുള്ള രീതിയിൽ നമുക്ക് കമൻറ്റ് ചെയ്യാം. ഇനിയും അല്ലാത്ത രീതിയിൽ നമുക്ക് ഇങ്ങനെയും കൂടെ ചെയ്യാം. ഇതിനൊരു ഇമ്പോർട്ടൻസ് കൂടെ ഉണ്ട്.
അമ്നിയോസെൻറ്റസൈസ് നടത്തിയാൽ ഒരു ഗുണം കൂടെ ഉണ്ട്. നമുക്ക് ക്രോമസോമൽ പാറ്റേൺ ഓഫ് ദ ഫീറ്റസ് മനസ്സിലാക്കാമെന്ന് പറഞ്ഞില്ലേ. അതോടൊപ്പം ക്രോമസോമൽ ഡിസോർഡേഴ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും മനസ്സിലാക്കാൻ പറ്റും. മനസ്സിലായോ? ക്രോമസോമൽ ഡിസോർഡേഴ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മനസ്സിലാക്കാം. അതായത് ഡൗൺ സിൻഡ്രോം പോലുള്ള രോഗങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ക്രോമസോമൽ ഡിസോർഡർ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് അമ്നിയോസെൻറ്റസിസ് തന്നെ മനസ്സിലാവും ബിഫോർ ബർത്ത്. ഓക്കെ, അതായത് ജനിക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഈ ഒരു ഫീച്ചേഴ്സ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഈ ഫീച്ചേഴ്സിൻ്റെ എന്തെങ്കിലും ജനറ്റിക്കലി ഡിസോർഡേഴ്സ് എന്തെങ്കിലും ഉണ്ടോ, ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റെപ്പ്, ഒരു മെത്തേഡ് കൂടെയാണ് അമ്നിയോസെൻറ്റസിസ്. അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആണ്. പക്ഷേ ഇതിനെ മിസ്യൂസ് ചെയ്തതാണ് ഇത് ബാൻ ചെയ്യാനായിട്ടായത്. അപ്പോൾ ആ ഒരു രീതിയിലൊക്കെ നമുക്ക് കമൻറ്റ് ചെയ്യാം. അപ്പം കോമൺ ആയിട്ട് ഇത്തരം കാര്യങ്ങൾ അമ്നിയോസെൻറ്റസിസുമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഇറ്റ് ഈസ് എ മെത്തേഡ് യൂസ്ഡ് ഫോർ analyzing or determining knowing the chromosomal pattern of the fetus by analyzing the amniotic fluid. അമ്നിയോട്ടിക് ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ ഫീറ്റസിന് ചുറ്റുമുള്ള ഫ്ലൂയിഡിനെയാണ് നമ്മൾ അമ്നിയോട്ടിക് ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ അമ്നിയോട്ടിക് ഫ്ലൂയിഡിനെയാണ് നമ്മൾ എടുത്ത് ടെസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെയാണ് നമ്മൾ ക്രോമസോമൽ പാറ്റേൺ മനസ്സിലാക്കുന്നത്. ക്രോമസോമൽ പാറ്റേൺ മനസ്സിലാക്കുന്ന കൂടെ തന്നെ നമുക്ക് സെക്സും ഡിറ്റർമൈൻ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ആ ഒരു ഫീച്ചർ മനസ്സിലാക്കി വെക്കുക. ഇതിൻ്റെ മേജർ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ വി ക്യാൻ ഈസിലി ഐഡൻറ്റിഫൈ ദ ക്രോമസോമൽ ഡിസോർഡേഴ്സ് ഓഫ് ദ ഫീറ്റേഴ്സ് ബിഫോർ ബർത്ത്. ജനിക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഫീച്ചേഴ്സ് അറിയാനായിട്ട് പറ്റും. ക്ലിയർ ആണോ? അപ്പം ഇത്തരം കാര്യങ്ങൾ അമ്നിയോസെൻറ്റസിസുമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഇത് ബാൻ ചെയ്യാനുള്ള കാരണം ഫീമെയിൽ ഫീറ്റിസൈഡ്സ് കൂടിയത് കൊണ്ടാണ്. ഫീമെയിൽ ഫീറ്റിസൈഡ്സ്. ഓക്കെ ആണോ? ഇത്തരം കാര്യങ്ങൾ അവിടെ ഓർത്ത് വെക്കുക. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് നീങ്ങാം. റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ എമർജൻസി കോൺട്രാസെപ്റ്റീവ്സ്. അപ്പം കോൺട്രാസെപ്റ്റീവ്സ് പലതുണ്ട്. കോൺട്രാസെപ്റ്റീവിൻ്റെ എല്ലാം ലക്ഷ്യം പ്രിവെൻറ്റിങ് അൺവാണ്ടഡ് പ്രഗ്നൻസീസ് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇവിടെ എമർജൻസി കോൺട്രാസെപ്റ്റീവ് എന്ന് പറഞ്ഞാൽ കോൺട്രാസെപ്റ്റീവ്സ് ദാറ്റ് ആർ യൂസ്ഡ് ടു അവോയ്ഡിങ് ദ പോസിബിൾ പ്രഗ്നൻസി ബൈ ഇൻ ദ കേസ് ഓഫ് റേപ്പ് or casual unprotected intercourse. ഓർത്തോണം, ഈ എമർജൻസി കോൺട്രാസെപ്റ്റീവ്സ് യൂസ് ചെയ്യുന്നത് ഓർത്ത് വെക്കുക. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ അവോയ്ഡിങ് പോസിബിൾ പ്രഗ്നൻസി by rape or casual unprotected intercourse. Okay, intercourse. അപ്പോൾ ഇതാണ് ഈ ഒരു കേസിലാണ് നമ്മൾ സാധാരണ എമർജൻസി കോൺട്രാസെപ്റ്റീവ്സ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എമർജൻസി കോൺട്രാസെപ്റ്റീവുകളെ കുറിച്ച് എഴുതാനാണ് പറഞ്ഞത്. അപ്പോൾ എമർജൻസി കോൺട്രാസെപ്റ്റീവ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത് ദേ ആർ യൂസ്ഡ് വിതിൻ 72 hours ഓഫ് കോയിറ്റസ്. ദേ ആർ യൂസ്ഡ് വിതിൻ 72 hours ഓഫ് കോയിറ്റസ്. അതായത് 3 ദിവസത്തിനുള്ളിൽ തന്നെ യൂസ് ചെയ്യുന്ന കോൺട്രാസെപ്റ്റീവ്സ് ആണ്. ഈ കോയിറ്റസ് നടന്ന് 3 ദിവസത്തിനുള്ളിൽ തന്നെ യൂസ് ചെയ്യുന്ന കോൺട്രാസെപ്റ്റീവുകളെയാണ് നമ്മൾ എമർജൻസി കോൺട്രാസെപ്റ്റീവ് എന്ന് വിളിക്കുന്നത്. ഇത് ഹൈലി എഫക്റ്റീവാണ്. ഇനി എന്താണ് എമർജൻസി കോൺട്രാസെപ്റ്റീവ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? മെയിനായിട്ട് യൂസ് ചെയ്യുന്ന പ്രൊജസ്റ്റജൻസ് ആണ്. പ്രൊജസ്റ്റജൻസ് അല്ലെങ്കിൽ പ്രൊജസ്റ്റജൻ ഈസ്ട്രജൻ കോമ്പിനേഷൻ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ IUDസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാറുണ്ട്. IUDs. ഓക്കെ, ഇത് ഓർത്ത് വെക്കാം. അപ്പോൾ നമ്മുടെ എമർജൻസി കോൺട്രാസെപ്റ്റീവ്സ് യൂസ് ചെയ്യുന്ന കണ്ടീഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ടു അവോയ്ഡ് പോസിബിൾ പ്രഗ്നൻസി ഡ്യൂറിങ് റേപ്പ് ഓർ casual unprotected intercourse. Okay, it should be used within 72 hours after coitus. Within 72 hours after coitus. അങ്ങനെ തന്നെ ഓർത്തിരിക്കുക. കോയിറ്റസ് നടന്നതിന് 3 ദിവസത്തിനുള്ളിൽ തന്നെ യൂസ് ചെയ്യേണ്ട കോൺട്രാസെപ്റ്റീവ്സിനാണ് നമ്മൾ എമർജൻസി കോൺട്രാസെപ്റ്റീവ്സ് എന്ന് പറയുന്നത്. അപ്പോൾ യൂസ് ചെയ്യുന്ന കോൺട്രാസെപ്റ്റീവ്സ് ഏതൊക്കെയാണ്? പ്രൊജസ്റ്റജൻസ്, അഡ്മിനിസ്ട്രേഷൻ ഓഫ് പ്രൊജസ്റ്റജൻസ്
പിന്നെ ഓർക്കണം പ്രൊജസ്റ്റിൻ അല്ലെങ്കിൽ ഈസ്ട്രോജൻ്റെ കോമ്പിനേഷൻ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ IUDസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാറുണ്ട് എമർജൻസി കോൺട്രാസെപ്റ്റീവ്സ് ആയിട്ട്. ഓക്കെ, ഇറ്റ് ഈസ് ഹൈലി എഫക്റ്റീവ്. അതുകൊണ്ടാണ് നമ്മൾ എമർജൻസി കോൺട്രാസെപ്റ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ, ഓർത്തിരിക്കുക, എമർജൻസി കോൺട്രാസെപ്റ്റീവ് ആയിട്ട് ഈ പോയിന്റുകൾ വെച്ചിട്ട് വേണം ഇപ്പം ഷോർട്ട് നോട്ടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എഴുതാൻ. 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യനൊക്കെ ചോദിക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഓർത്ത് വെക്കുക. അപ്പം എമർജൻസി കോൺട്രാസെപ്റ്റീവ് യൂസ് ചെയ്യുന്ന സിറ്റുവേഷൻ ഓർക്കുക, ഫോർ അവോയ്ഡിങ് പോസിബിൾ പ്രഗ്നൻസി ബൈ റേപ്പ് ഓർ കാഷ്വൽ അൺപ്രൊട്ടക്റ്റഡ് intercourse, and it is used within 72 hours after coitus. പിന്നെ ഓർക്കണം അതിൻ്റെ എക്സാമ്പിൾസ് ഓർക്കുക. പ്രൊജസ്റ്റൻസ് ആണ് യൂസ് ചെയ്യാറ്, അല്ലെങ്കിൽ പ്രൊജസ്റ്റൻ ഈസ്ട്രോജൻ കോമ്പിനേഷൻ യൂസ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ IUDs ആണ് യൂസ് ചെയ്യുന്നത്. ക്ലിയർ ആണോ? അപ്പം ഈ എമർജൻസി കോൺട്രാസെപ്റ്റീവായിട്ട് ഇത്തരം കാര്യങ്ങൾ ഓർത്ത് വെക്കുക. ക്ലിയർ അല്ലേ? യെസ്. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഒരു ഡയഗ്രാം ഒക്കെ തന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പം ഇത് നോക്കിയേ. ഈ ഒരു ക്വസ്റ്റ്യൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ ഹ്യൂമൻ റീപ്രൊഡക്ഷനും റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് എന്ന ചാപ്റ്ററിനെയും ക്ലബ് ചെയ്ത് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നോക്കിയേ, ഇതിൽ ആദ്യത്തെ പാർട്ടിൽ നോക്കാം. ഐഡന്റിഫൈ ദ പാർട്സ് ലേബിൾഡ് ABCD ആൻഡ് നെയിം ദ പാർട്ട് വിച്ച് ഈസ് കട്ട് ഓർ ടൈഡ് അപ്പ് ഡ്യൂറിങ് ദ മെയിൽ സ്റ്റെറിലൈസേഷൻ. ABCD എന്ന പാർട്സ് നോക്കുക. എ എന്താണ്? സെമിനൽ വെസിക്കിൾ ആണ്. സെമിനൽ വെസിക്കിൾ ആണ്. ബി എന്ന് പറയുന്നത് നോക്കിയേ എന്താണ്? പ്രോസ്ട്രേറ്റ് ഗ്ലാൻഡ് ആണ്. പ്രോസ്ട്രേറ്റ് ഗ്ലാൻഡ്. ഓക്കെ. സി എന്താണ്? സി ടെസ്റ്റിസ് ആണ് അല്ലേ? ടെസ്റ്റിസ്, മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗനായ ടെസ്റ്റിസ് ആണ്. ടെസ്റ്റിസ്. ഓക്കെ. ഡി എന്താണ്? നോക്കിയേ, ഡി നോക്കുമ്പം നമ്മൾ നോക്കണം ടെസ്റ്റിസിൽ നിന്ന് സ്പെമിൻ്റെ പ്രൊഡക്ഷൻ. സ്പെമ റെക്ടൽ ടെസ്റ്റിസ് വഴി വാസ എഫറൻഷ്യ വഴി. വാസ എഫറൻഷ്യ എങ്ങോട്ടേക്കാണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്? നമ്മൾ ഹ്യൂമൻ റീപ്രൊഡക്ഷൻ പഠിക്കുന്നതാണ്. വാസ എഫറൻഷ്യ എങ്ങോട്ടേക്കാണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്? എപ്പിഡിഡൈമിസ്. എന്താണ്? എപ്പിഡിഡൈമിസ്. ഓക്കെ. അപ്പോൾ ഡി എന്ന് പറയുന്നത് എപ്പിഡിഡൈമിസ് എന്ന് പറഞ്ഞ പാർട്ടാണ്. അപ്പോൾ എ പാർട്ടും എ എന്ന് പറഞ്ഞ പാർട്ടും ബി എന്ന് പറഞ്ഞ പാർട്ടും സി എന്ന് പറഞ്ഞ പാർട്ടും ഡി എന്ന് പറഞ്ഞ പാർട്ടും നമ്മൾ ഐഡന്റിഫൈ ചെയ്തു. ഇനിയും അതേ ചോദ്യത്തിൽ തന്നെ ഒരു സബ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിരിക്കുകയാണ്. നെയിം ദ പാർട്ട് വിച്ച് ഈസ് കട്ട് ഓർ ടൈഡ്. കണ്ടോ? നെയിം ദ പാർട്ട് വിച്ച് ഈസ് കട്ട് ഓർ ടൈഡ് ഡ്യൂറിങ് മെയിൽ സ്റ്റെറിലൈസേഷൻ. മെയിൽ സർജിക്കൽ മെത്തേഡ് ഏതായിരുന്നു? വാസെക്ടമി. അപ്പം വാസെക്ടമിയിൽ അല്ലെങ്കിൽ സ്റ്റെറിലൈസേഷൻ മെത്തേഡ് എന്ന് നമ്മൾ സർജിക്കൽ മെത്തേഡിനെ പറയും. അവിടെ ഏത് പോർഷനാണ് കട്ട് ആൻഡ് ടൈ ചെയ്യുന്നത്? ഓർത്ത് വെക്കുക, വാസ് ഡെഫറൻസ് ആണ് കേട്ടോ. വാസ് ഡെഫറൻസ്. ഓക്കെ. മെയിലിൽ വാസെക്ടമി നടത്തുമ്പം ഈ വാസ് ഡെഫറൻസിനെയാണ് കട്ട് ചെയ്ത് അല്ലെങ്കിൽ ടൈ അപ്പ് ചെയ്ത് വെക്കുന്നത്. ഓക്കെ, ഓർത്ത് വെക്കുക. ഇനി ബി ക്വസ്റ്റ്യൻ നോക്കുക. മെൻഷൻ ദ സർജിക്കൽ കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് ഇൻ മെയിൽ ആൻഡ് ഫീമെയിൽ. ഏതൊക്കെയാ? മെയിലിലും ഫീമെയിലും ഉള്ള കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് ഓൾറെഡി നമ്മൾ പറഞ്ഞു. മെയിലിൽ ഏതാണ്? മെയിൽസിലുള്ള കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്, സർജിക്കൽ കോൺട്രാസെപ്റ്റീവ് മെത്തേഡ് ഏതാണ്? വാസെക്ടമി ആണ്. വാസെക്ടമി എന്ന് പറയുമ്പോൾ ഓർത്തോണം, വാസ് ഡെഫറൻസിനെ ചെറിയൊരു പോർഷൻ റിമൂവ് ചെയ്യുമോ അല്ലെങ്കിൽ വാസ് ഡെഫറൻസിനെ കട്ട് ചെയ്ത് അതിനെ ടൈ ചെയ്ത് വെക്കുകയോ ചെയ്യുന്നു ത്രൂ എ സ്മോൾ ഇൻസിഷൻ ഇൻ ദ സ്ക്രോട്ടം. ടെസ്റ്റിസ് ഇരിക്കുന്ന സ്ക്രോട്ടത്തിൽ ചെറിയൊരു ഇൻസിഷനിലൂടെയാണ് ഈ ഒരു സർജിക്കൽ മെത്തേഡ് നടത്തുക. ഓക്കെ. വാസ് ഡെഫറൻസിനെയാണ് കട്ട് ചെയ്ത് ടൈ ചെയ്ത് വെക്കുന്നത്. ഈ പ്രോസസ്സിനെ നമ്മൾ പറയും വാസെക്ടമി. ഇറ്റ് ഈസ് എ സർജിക്കൽ സ്റ്റെറിലൈസേഷൻ മെത്തേഡ് യൂസ്ഡ് ഇൻ മെയിൽസ്. ഓർത്ത് വെക്കുക. ഓക്കെ. ഇനി നോക്ക്, ഫീമെയിൽസിൽ വരുമ്പോൾ ഏതാണ് സർജിക്കൽ മെത്തേഡ്? ഫീമെയിൽസിൽ വരുമ്പം സർജിക്കൽ മെത്തേഡ് എന്ന് പറയുന്നത് ട്യൂബെക്ടമി ആണ്. ട്യൂബെക്ടമി. ഓക്കെ. ട്യൂബെക്ടമി എന്ന് പറയുമ്പം ഫലോപ്പിയൻ ട്യൂബിൻ്റെ സ്മോൾ പോർഷൻ റിമൂവ് ചെയ്യുമോ അല്ലെങ്കിൽ ഫലോപ്പിയൻ ട്യൂബിനെ കട്ട് ചെയ്ത് ടൈ ചെയ്ത് വെക്കുകയോ ചെയ്യുന്നു. ഇറ്റ് ഈസ് ത്രൂ എ സ്മോൾ ഇൻസിഷൻ ഇൻ ദ അബ്ഡോമൻ ഓർ ത്രൂ വജൈന. ഓക്കെ. ട്യൂബെക്ടമി നടത്തുന്നത് എങ്ങനെയാണ്? ഒന്നുകിൽ അബ്ഡോമനിലുള്ള ഒരു ഇൻസിഷനിലൂടെയോ അല്ലെങ്കിൽ വജൈനയിലൂടെയാണ് ഇത് ട്യൂബെക്ടമി നടത്തുക. ഓർത്ത് വെക്കുക. ഇപ്പോൾ ട്യൂബെക്ടമി ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഓർത്ത് വെക്കുക. ഇവിടെ പ്രിവെൻറ്റിങ് ദ ട്രാൻസ്ഫർ ഓഫ് ഗമീറ്റ് ആണ്. പ്രൊഡക്ഷനെ ഒന്നും പ്രിവെൻറ്റ് ചെയ്യുന്നില്ല, ട്രാൻസ്ഫറിനെയാണ് പ്രിവെൻറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് വാസ് ഡെഫറൻസും ഫലോപ്പിയൻ ട്യൂബിനെയും നമ്മൾ കട്ട് ചെയ്ത് ടൈ ചെയ്ത് വെക്കുന്നത്. ക്ലിയർ ആണോ? ഓർത്ത് വെക്കുക. ഇനിയും ഈ ഒരു ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? അപ്പോൾ നമ്മൾ ഓർത്ത് വെക്കുക, ഹ്യൂമൻ റീപ്രൊഡക്ഷനും റീപ്രൊഡക്റ്റീവ് ഹെൽത്തിനെയും ക്ലബ് ചെയ്തൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കാം.
ഓക്കെ, ബോർഡ് എക്സാമിന്. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. എ വൈഡ് റേഞ്ച് ഓഫ് കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് ആർ പ്രസന്റ്ലി അവൈലബിൾ. ഓക്കെ, എ ക്വസ്റ്റ്യൻ നെയിം വൺ കോൺട്രാസെപ്റ്റീവ് മെത്തേഡ് ഹാവിംഗ് നോ സൈഡ് എഫക്റ്റ്. ഒരു തരത്തിലുള്ള സൈഡ് എഫക്റ്റും ഇല്ലാത്ത കോൺട്രാസെപ്റ്റീവ് ഏതാ അത്? അങ്ങനെ കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് വല്ലതും ഉണ്ടോ? യെസ്, ഉണ്ട്. നാച്ചുറൽ മെത്തേഡ്സിലൊന്നും സൈഡ് എഫക്റ്റ് ഇല്ല കേട്ടോ. അപ്പോൾ നാച്ചുറൽ മെത്തേഡ്സ് ഏതെങ്കിലും ഒരെണ്ണം എഴുതിയാൽ മതി. ഇപ്പോൾ നമുക്കിവിടെ വേണമെങ്കിൽ ഏത് എഴുതാം? കോയിറ്റസ് ഇൻ്ററപ്റ്റസ് എഴുതാം. ഓക്കെ, നമ്മൾ നാച്ചുറൽ മെത്തേഡ്സ് 3 കണ്ടതാണ്. പീരിയോഡിക് അബ്സ്റ്റിനൻസ്, കോയിറ്റസ് ഇൻ്ററപ്റ്റസ്, ലാക്ടേഷൻ അമിനോറിയ. ഇതിലേതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. കാരണം നാച്ചുറൽ മെത്തേഡ്സിലൊന്നും തന്നെ സൈഡ് എഫക്ട്സ് ഇല്ല, നില്ലാണ്, അല്ലെങ്കിൽ ദർ ഈസ് നോ സൈഡ് എഫക്ട്സ്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ അവിടെ ആൻസർ എഴുതി. ബി ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നു, വിച്ച് കോൺട്രാസെപ്റ്റീവ് മെത്തേഡ് ഈസ് ജനറലി അഡ്വൈസ്ഡ് ഫോർ ഫീമെയിൽസ് ആസ് എ ടെർമിനേഷൻ മെത്തേഡ് ടു പ്രിവെൻറ്റ് എനി മോർ പ്രഗ്നൻസീസ്. ഒരു ടെർമിനേഷൻ മെത്തേഡായിട്ട് ഫീമെയിൽസിൽ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡ്, കോൺട്രാസെപ്റ്റീവ് മെത്തേഡ് ഓർത്തോണം. ടെർമിനേഷൻ മെത്തേഡ് എന്ന് പറയുമ്പോഴേ ഓർത്തോണം സർജിക്കൽ മെത്തേഡാണ് കേട്ടോ, സർജിക്കൽ മെത്തേഡാണ്. അപ്പോൾ ഓർത്തോണം ട്യൂബെക്ടമിയാണ് ഫീമെയിൽസിലുള്ള സർജിക്കൽ മെത്തേഡ്, ട്യൂബെക്ടമി. പിന്നീടുള്ള പ്രഗ്നൻസിനെ പ്രിവെൻറ്റ് ചെയ്യാനും ടെർമിനേഷൻ മെത്തേഡായിട്ട് ആക്ട് ചെയ്യുന്നത് ഈ സർജിക്കൽ മെത്തേഡാണ്, ട്യൂബെക്ടമി. ഓക്കെ, ഇനിയും സി ക്വസ്റ്റ്യൻ നോക്കുക. ലിസ്റ്റ് ഔട്ട് എനി 2 പോസിബിൾ ഇൽ എഫക്ട്സ് ഓഫ് യൂസേജ് ഓഫ് കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ്. ഉറപ്പായിട്ടും കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ്, നാച്ചുറൽ മെത്തേഡ്സ് അല്ലാതെയുള്ള ബാരിയർ മെത്തേഡ്സ് ആയിക്കോട്ടെ, സർജിക്കൽ മെത്തേഡ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ ഇൻട്രായൂട്രീൻ ഡിവൈസസ് ആയിക്കോട്ടെ, കോൺട്രാസെപ്റ്റീവ് പിൽസ് ആയിക്കോട്ടെ, ഇതിലൊക്കെ സൈഡ് എഫക്ട്സ് വരാം. ഓക്കെ, സൈഡ് എഫക്ട്സ് ഉണ്ടാവും. അപ്പം മേജർ ആയിരിക്കുന്ന സൈഡ് എഫക്ട്സ് എന്ന് പറയുന്നത് ഓർത്ത് വെക്കുക, നൗസിയ ഉണ്ട്, അബ്ഡോമിനൽ പെയിൻ ഉണ്ട്, ബ്രേക്ക് ത്രൂ ബ്ലീഡിംഗ് ഉണ്ട്, ഇറഗുലർ മെനിസ്ട്രൽ ഫ്ലോ ഉണ്ട്, മെനിസ്ട്രൽ ബ്ലീഡിംഗ് ഉണ്ട്, അങ്ങനെ പല ഫീച്ചേഴ്സ് ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നു ഏതെങ്കിലും 2 ഇല്ല എഫക്ട്സാണ് ചോദിച്ചിരിക്കുന്നത് കോൺട്രാസെപ്റ്റീവ്സ് യൂസ് ചെയ്യുന്നത്. കാരണം ഒരു നാച്ചുറൽ പ്രോസസ്സിനെ എഗിനസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് ശരിക്കും പറഞ്ഞാൽ കോൺട്രാസെപ്റ്റീവ്സ്. നാച്ചുറലായിട്ട് നടക്കേണ്ട പ്രോസസ്സിനെ ഹിൻഡർ ചെയ്യുന്ന രീതിയിലുള്ള യൂസാണ് നമുക്ക് ഈ പറഞ്ഞ കോൺട്രാസെപ്റ്റീവിലുള്ളത്. അതുകൊണ്ട് തന്നെ സൈഡ് എഫക്ട്സ് ഉണ്ടാവും, അല്ലെങ്കിൽ ഇല്ല എഫക്ട്സ് ഉണ്ടാവും. ലിസ്റ്റ് ഔട്ട് എനി 2 പോസിബിൾ ഇല്ല എഫക്ട്സ് ആണ് ചോദിച്ചേക്കുന്നത്. നമുക്ക് നൗസിയ എഴുതാം, നൗസിയ. പിന്നെ എഴുതാം അബ്ഡോമിനൽ പെയിൻ. പിന്നെ ഉണ്ട് ബ്രേക്ക് ത്രൂ ബ്ലീഡിങ്, ഇറഗുലർ മെനിസ്ട്രൽ ബ്ലീഡിങ്, അതൊക്കെ എഴുതാം. ഓക്കെ, ഓർത്ത് വെക്കുക. മെയിനായിട്ട് നമുക്കിവിടെ ചോദ്യത്തിൽ 2 ചോദിച്ചേക്കുന്നത്, പോസിബിൾ ഇല്ല എഫക്ട്സ് ചോദിച്ചേക്കുന്നു. നമ്മൾ 2 എഴുതി, നൗസിയ ആൻഡ് അബ്ഡോമിനൽ പെയിൻ. ഓക്കെ, ഇനിയും അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഡയഗ്രാം ഒക്കെ ഉണ്ട്, നമ്മുടെ ടെസ്റ്റിൽ തന്നെയുള്ള ഡയഗ്രാമാണ്. എന്താണ് ഈ ഡയഗ്രാം? ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാം. ആ ലെറ്റർ ഏതാണ്? നമ്മൾ ആ കാണുന്ന ലെറ്റർ ഏതാണ്? ടി ആണ് അല്ലേ, ടി ലെറ്ററാണ് കാണുന്നത്. ടി ലെറ്റർ കാണുന്നുണ്ടെങ്കിൽ ഓർത്തോണം അതേതാണ്? ഒരു ഇൻട്രാ യുട്രൈൻ ഡിവൈസസ് ആണ്, ഒരു IUD ആണ്. ഏതാ IUD? കോപ്പർ ടി കേട്ടോ. ഒരു ഇൻട്രാ യുട്രൈൻ ഡിവൈസസ് ആണ്, കോപ്പർ ടി ആണ്. അതിൻ്റെ ഡയഗ്രാമാണ് ഈ കാണിച്ചേക്കുന്നത്. ഒരു കോപ്പർ റിലീസിങ് IUD ആണ് കോപ്പർ ടി എന്ന് പറയുന്നത്. ഓർത്ത് വെക്കുക. ഇവിടെ ഹൗ ഇറ്റ് ആക്ട്സ് എന്ന ചോദ്യം കൂടെ ഉണ്ട്. ഐഡൻറ്റിഫൈ ദ ഡയഗ്രാം ആൻഡ് റൈറ്റ് ഹൗ ഇറ്റ് ആക്ട്സ്. 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഓർത്ത് വെക്കുക, കോപ്പർ ടി എന്ന് പറയുന്നത് എന്തിന് എക്സാമ്പിളാണ്? ഒരു കോപ്പർ റിലീസിങ് IUDക്ക് എക്സാമ്പിളാണ്, കോപ്പർ റിലീസിങ് IUD. അപ്പം ഒരു കോപ്പർ റിലീസിങ് IUDയുടെ ഫംഗ്ഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലേ. കോപ്പർ റിലീസിങ് IUD എന്താ ചെയ്യുക? സപ്രസ്. അതിൻ്റെ ആക്ഷൻ നമുക്ക് നോക്കാം. സപ്രസ് sperm motility. Okay, suppress sperm motility. Okay, also decreases the capacity of sperms for fertilization. Decreases the capacity of sperms for fertilization. ഇതാണ് കോപ്പർ റിലീസിങ് IUDയുടെ ഫംഗ്ഷൻ. ഓക്കെ, അപ്പോൾ ആക്ഷൻ എന്ന് പറയുന്നത് കോപ്പർ റിലീസിങ് IUDസിൻ്റെ ആക്ഷൻ എന്ന് പറയുന്നത് കോപ്പർ അയോൺസിനെ റിലീസ് ചെയ്യും. ഈ കോപ്പർ അയോൺസ് എന്ത് ചെയ്യും? ഇറ്റ് സപ്രസസ് ദ മോട്ടിലിറ്റി ഓഫ് സ്പേംസ് ആൻഡ് ഓൾസോ ദ കപ്പാസിറ്റി ഓഫ് സ്പേം ഫോർ
ഫെർട്ടിലൈസേഷൻ. ഇപ്പോൾ ഇവിടെ ഓർക്കണം, കോപ്പർ ട്രീ റിലീസസ് കോപ്പർ അയോൺസ്. അതാണ് കോപ്പർ റിലീസിങ് അയോഡി ആണ്. കോപ്പർ റിലീസിങ് അയോഡി ആയതുകൊണ്ട് തന്നെ കോപ്പർ ടീയിൽ നിന്ന് റിലീസ് ചെയ്യുന്ന അയോൺസ് എന്ന് പറയുന്നത് കോപ്പർ അയോൺസ് ആണ്. കോപ്പർ അയോൺസ് പോയിട്ട് സ്പേമിൻ്റെ മോട്ടിലിറ്റിയെ സപ്രസ് ചെയ്യും. അതുപോലെ തന്നെ സ്പേമിൻ്റെ ഫെർട്ടിലൈസേഷനുള്ള കപ്പാസിറ്റീനെ ഡിക്രീസ് ചെയ്യും അല്ലെങ്കിൽ സപ്രസ് ചെയ്യും. ഓക്കെ, ഓർത്ത് വെക്കാം, അത് ഓർത്ത് വെക്കുക. ഇതാണ് കോപ്പർ റിലീസിങ് അയോഡിയുടെ ഫംഗ്ഷൻ. അപ്പോൾ കോപ്പർ ടീ ഇങ്ങനെ എടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കൃത്യമായിട്ട് ആ ഫീച്ചർ തന്നെ എഴുതുക. കോപ്പർ റിലീസിങ് അയോഡീസിൻ്റെ ഫീച്ചർ തന്നെ എഴുതുക. ഓക്കെ, ഇനി നമുക്ക് നോക്കാം, അടുത്ത ചോദ്യത്തിലേക്ക് മൂവ് ചെയ്യാം. നെയിം ആൻഡ് എക്സ്പ്ലെയിൻ ദ സർജിക്കൽ മെത്തേഡ് അഡ്വൈസ് ഇൻ ഹ്യൂമൻ മെയിൽസ് ആൻഡ് ഫീമെയിൽസ് ആസ് മീൻ ഓഫ് ബർത്ത് കൺട്രോൾ. മെൻഷൻ ഈസ് 1 അഡ്വാൻറ്റേജ് ആൻഡ് 1 ഡിസ്അഡ്വാൻറ്റേജ്. നമ്മൾ ഓൾറെഡി ഈ ഒരു ക്വസ്റ്റ്യൻ പല രീതിയിൽ കണ്ടു. അപ്പം മെയിൽ ആൻഡ് ഫീമെയിലുള്ള സർജിക്കൽ മെത്തേഡ്, മെയിൽസിലുള്ളത് വാസെക്ടമി. വാസെക്ടമി എന്ന് പറഞ്ഞാൽ റിമൂവൽ ഓർ കട്ടിങ് ആൻഡ് ടൈങ് ഓഫ് വാസ് ഡിഫറൻസ് ആണ്, വാസ് ഡിഫറൻസ്. ഓക്കെ, അതിനെ നമ്മൾ വാസെക്ടമി എന്ന് പറയും. ഇനിയും ഫീമെയിൽസിലാണെങ്കിൽ റിമൂവൽ ഓർ കട്ടിങ് ആൻഡ് ടൈങ് ഓഫ് ഫലോപ്പിയൻ ട്യൂബാണ്, അതിനെ നമ്മൾ ട്യൂബെക്ടമി എന്ന് പറയും. ഓക്കെ, ട്യൂബെക്ടമി. ആ രണ്ട് മെത്തേഡിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇനി മെൻഷൻ ഇറ്റ്സ് 1 അഡ്വാൻറ്റേജ് ആൻഡ് 1 ഡിസ്അഡ്വാൻറ്റേജ്. അപ്പം അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എന്താണ്? ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഓർത്ത് വെക്കണം, ഹൈലി എഫക്റ്റീവ് ആണ് കേട്ടോ. ഹൈലി എഫക്റ്റീവ് ആണ്. കാരണം ഒരു രീതിയിലും ഇതിനൊരു ഫെയിലിയർ സംഭവിക്കാൻ സാധ്യത തീരെ കുറവാണ്. ഈ ഒരു മെത്തേഡിൽ ഫെയിലിയർ സംഭവിക്കാനുള്ള സാധ്യത തീരെ കുറവാണ്. കാരണം സ്പേമിൻ്റെ എൻട്രി ആണെങ്കിൽ നമ്മൾ ടെസ്റ്റിസിൽ നിന്ന് വരുന്ന സ്പേം ഒരു കാരണവശാലും വാസ് ഡിഫറൻസ് കടക്കത്തില്ല. കാരണം കഴിഞ്ഞിട്ട് നമ്മുടെ ഇജാക്കുലേഷനിലേക്ക് സെമൻ മീൻസ് ഇജാക്കുലേറ്ററി ഫ്ലൂയിഡിലേക്ക് ഒരു കാരണവശാലും സ്പേം വരത്തില്ല. കാരണം എന്താണ്? വാസ് ഡിഫറൻസ് കട്ട് ചെയ്ത് ടൈ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ബ്ലോക്ക് സ്പേമിൻ്റെ മൂവ്മെൻറ്റ് അവിടെ ബ്ലോക്ക്ഡ് ആണ്. അപ്പോൾ ഒരു കാരണവശാലും വരത്തില്ല. അപ്പോൾ ഇതിൻ്റെ ഹൈലി എഫക്റ്റീവാണ് ഈ സർജിക്കൽ മെത്തേഡ്. ഇനി ഫീമെയിൽസിൻ്റെ കേസിലാണ് ഫലോപ്പിയൻ ട്യൂബ് കട്ട് ചെയ്ത് ടൈ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഓവത്തിൻ്റെ മൂവ്മെൻറ്റ് ഒരു കാരണവശാലും ഓവം മൂവ് ചെയ്ത് വരുമോ? ന്യൂട്രസിലേക്ക് വരുമോ? ഇല്ല, ഓവം അവിടെ ബ്ലോക്ക്ഡ് ആണ്. മനസ്സിലായോ? അതുകൊണ്ട് തന്നെ ഇത് ഹൈലി ഇഫക്റ്റീവാണ്. ഹൈലി ഇഫക്റ്റീവ് മെത്തേഡാണ് സർജിക്കൽ മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ ഒരു ഡിസ്അഡ്വാൻറ്റേജ് ഉണ്ട്. എന്താ ഡിസ്അഡ്വാൻറ്റേജ്? ഡിസ്അഡ്വാൻറ്റേജ് എന്തായിരിക്കും? അഡ്വാൻറ്റേജ് പറഞ്ഞു ഹൈലി ഇഫക്റ്റീവാണ്. ഡിസ്അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇർറിവേഴ്സിബിൾ ആണ്. ഇർറിവേഴ്സിബിൾ ആണ്. ഓക്കെ, ഇത് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പറയുന്നത് ടെർമിനൽ മെത്തേഡായിട്ടൊക്കെ യൂസ് ചെയ്യാറുള്ളൂ. ഇപ്പം ഇതൊരു ടെമ്പററി മെത്തേഡായിട്ട് ഒരിക്കലും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല. കാരണം ഇതിൻ്റെ റിവേഴ്സിബിലിറ്റി പിന്നീട് ഒരു ബേബി വേണം എന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ഈ മെയ്റ്റ് പാർട്ട്ണറായിക്കോട്ടെ ഫീമെയിൽ പാർട്ട്ണറിൽ ഈ റിവേഴ്സിബിലിറ്റി, അതായത് അവർക്ക് കൺസീവ് ചെയ്യാൻ ഉള്ള എബിലിറ്റി എന്ന് പറയുന്നത് തിരിച്ചു കൊണ്ടുവരാൻ നമുക്ക് സാധ്യത കുറവാണ്. കാര്യം ഇത് കട്ട് ചെയ്ത് ടൈ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും തിരിച്ച് ടൈ ചെയ്തൊക്കെ വെക്കുമ്പോഴും അതിൻ്റെ അത് വിജയകരമായിട്ട് വരണമെന്നൊന്നും ഇല്ല. അപ്പോൾ അതാണ് ഇറ്റ് ഈസ് ഇറിവേഴ്സിബിൾ. ഈ ഒരു മെത്തേഡ് ഇറിവേഴ്സിബിൾ ആണ്. ഇതൊരു ടെമ്പററി മെത്തേഡ് അല്ല, ഇതൊരു പെർമനൻറ്റ് മെത്തേഡ് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. ഇതാണ് ഒരു മേജർ ഡിസ്അഡ്വാൻറ്റേജ്. സർജിക്കൽ മെത്തേഡ് നടത്തി കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ഇപ്പം ഫീമെയിൽസിനാണെങ്കിൽ പിന്നീട് പ്രഗ്നൻ്റ് ആകണം എന്ന് വിചാരിച്ചാൽ ആ ഒരു പോസിബിലിറ്റി തീരെ കുറവാണ്. അതാണ് ഈ ഇറിവേഴ്സിബിൾ എന്ന് പറയാം. ഓക്കെ, ഇറിവേഴ്സിബിൾ ഓർത്ത് വെക്കുക. ഇതൊരു ഡിസ്അഡ്വാൻറ്റേജ് ആണ്, സർജിക്കൽ മെത്തേഡിൻ്റെ ഡിസ്അഡ്വാൻറ്റേജ്. ഓക്കെ, ക്ലിയർ ആണോ? അപ്പോൾ അഡ്വാൻറ്റേജും ഡിസ്അഡ്വാൻറ്റേജും ഓൾറെഡി നമ്മൾ മെത്തേഡിനെ കുറിച്ച് പറഞ്ഞു. അത് നിങ്ങൾ കൃത്യമായിട്ട് ഈ ആൻസർ ആയിട്ട് എഴുതുക. അതിൻ്റെ കൂടെ അഡ്വാൻറ്റേജും ഡിസ്അഡ്വാൻറ്റേജും കൂടെ എഴുതി കഴിഞ്ഞാൽ ഈ ക്വസ്റ്റിന് 3 മാർക്കൊക്കെ കിട്ടും. 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ് കേട്ടോ, ഓർത്ത് വെക്കാം. യെസ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ ഓഡ് വൺ ആൻഡ് റൈറ്റ് ദ റീസൺ ഫോർ ദ സെലക്ഷൻ. ഓഡ് വൺ കണ്ടെത്തിയിട്ട് അതിൻ്റെ റീസൺ എഴുതാനായിട്ടാണ്. അപ്പോൾ നോക്കിയേ എന്തൊക്കെയാണ്. പ്രൊജസ്റ്റാസേറ്റ് കൊടുത്തിട്ടുണ്ട്, കോപ്പർ ടീ ഉണ്ട്, ഇത് കോമയല്ല, കോപ്പർ ടീ ഉണ്ട്, കോപ്പർ 7 ഉണ്ട്, മൾട്ടി ലോഡ് 375 ഉണ്ട്. ഇതിൽ ഓഡ് വണ്ണിനെ കണ്ടെത്തണം. കിട്ടിയോ? വളരെ ഈസി ആയിട്ട് കിട്ടും. ഏതാ അത്? ഓഡ് വൺ എന്ന് പറയുന്നത് പ്രൊജസ്റ്റാസേറ്റ് ആണ് അല്ലേ? പ്രൊജസ്റ്റാസേറ്റ് എന്താണ്? ഇറ്റ് ഈസ് എ ഹോർമോൺ റിലീസിങ് IUD ആണ് കേട്ടോ. ഹോർമോൺ റിലീസിങ് IUD ആണ്. അതേഴ്സ് ആർ, ഇവരെല്ലാവരും എന്താണ്?
കോപ്പർ റിലീസിങ് ആണ്. കോപ്പർ റിലീസിങ് IUD ആണ്. ഓക്കെ, ഓർത്ത് വെക്കുക. ഇത് ഓർത്ത് വെച്ചേക്കുക. പ്രൊജസ്റ്റാസൈഡ് എന്ന് പറയുന്നത് ഒരു ഹോർമോൺ റിലീസിങ് IUD ആണ്. ബാക്കി എല്ലാവരും കോപ്പർ റിലീസിങ് IUD ആണ്. അതുകൊണ്ട് ഓട് 1 എന്ന് പറയുന്നത് പ്രൊജസ്റ്റാസൈഡ് ആണ്. ക്ലിയർ ആണോ? ഓർത്ത് വെച്ചേക്കുക. നമ്മുടെ ഇന്നത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വന്നിരിക്കുകയാണ്. ലാസ്റ്റ് ക്വസ്റ്റ്യനിൽ നമ്മൾ പലപ്പോഴും ചിന്തിക്കാം, ഈ മെയിൽ ഗമീറ്റ് ഫോം ചെയ്യുന്ന ടെസ്റ്റിസിലാണ്, ഫീമെയിൽ ഗമീറ്റ് ഫോം ചെയ്യുന്ന ഓവറിയിലാണ്. അങ്ങനെയാണെങ്കിൽ പിന്നെ നമുക്ക് പ്രഗ്നൻസീനെ അല്ലെങ്കിൽ ഈ അൺവാണ്ടഡ് പ്രഗ്നൻസീനെ അവോയ്ഡ് ചെയ്യാൻ അല്ലെങ്കിൽ ഫെർട്ടിലൈസേഷനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സിമ്പിളായിട്ട് ഈ ടെസ്റ്റിസിനെ റിമൂവ് ചെയ്യുമോ അല്ലെങ്കിൽ ഓവറീനെ റിമൂവ് ചെയ്താൽ ഈ പ്രശ്നം പരിഹരിക്കാൻ പറ്റത്തില്ലേ? അപ്പോൾ ഒരു നല്ല കോൺട്രാസെപ്റ്റീവ് മെത്തേഡായിരിക്കും. ഒരു കാരണവശാലും പിന്നെ ഫെയിലിയർ ഒന്നും ഉണ്ടാകത്തില്ല. കാര്യം അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓർഗൻ ഇല്ല, ഓർഗൻ എടുത്ത് മാറ്റിയില്ലേ. ഓർഗൻ എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഒരു ചാൻസും ഇല്ല, പ്രഗ്നൻസിക്ക് ഒരു ചാൻസും ഇല്ല, ഫെർട്ടിലിറ്റിക്ക് ഒരു ചാൻസും ഇല്ല. പക്ഷേ അതൊരു കോൺട്രാസെപ്റ്റീവ് മെത്തേഡായിട്ട് നമ്മൾ എങ്ങും കാണുന്നില്ല, ഈ ചാപ്റ്ററിൽ ഒന്നും കാണുന്നില്ല അല്ലേ? അതുകൊണ്ടാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നു, റിമൂവൽ ഓഫ് ഗൊണാഡ്സ് കനോട്ട് ബി എ കോൺട്രാസെപ്റ്റീവ് ഓപ്ഷൻ. എന്തുകൊണ്ടാണ് റിമൂവൽ ഓഫ് ഗൊണാഡ്സ് ഒരു കോൺട്രാസെപ്റ്റീവ് ഓപ്ഷൻ ആകാത്തത്? വൈ? അപ്പോൾ ഗൊണാഡ്സ് റിമൂവ് ചെയ്യുക എന്ന് പറയുന്നത് എങ്ങും നമ്മൾ കാണുന്നില്ല, കോൺട്രാസെപ്റ്റീവ് മെത്തേഡായിട്ട് യൂസ് ചെയ്യുന്നില്ല. എന്തുകൊണ്ടാണ് യൂസ് ചെയ്യാത്തത്? നല്ലൊരു ചോദ്യമാണ് അല്ലേ? അപ്പം ഗൊണാഡ്സ് റീപ്രൊഡക്റ്റീവ് ഓർഗനാണ്. റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഗമീറ്റ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അത് ഒരു ഫംഗ്ഷൻ മാത്രമാണ്. ഓക്കെ, ഈ ഗൊണാഡ്സ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ എന്നാ പറ്റും? ഇപ്പോൾ ഫീമെയിൽസിനാണെങ്കിൽ ഓവറി റിമൂവ് ചെയ്യുന്നു, അല്ലെങ്കിൽ മെയിൽസിനാണെങ്കിൽ ടെസ്റ്റിസ് റിമൂവ് ചെയ്യുന്നു. റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ഈ ടെസ്റ്റിസിൻ്റെ ഫങ്ഷൻസ് കുറേ ഉണ്ടായിരുന്നു. ടെസ്റ്റിസ് ഈ മെയിൽ ഗമീറ്റിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, മെയിൽ ഹോർമോൺസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓട്ടോമാറ്റിക് ബ്ലഡിലെ മെയിൽ ഹോർമോൺസിൻ്റെയൊക്കെ അളവ് തീരെ കുറഞ്ഞു പോകും. അത് പല രീതിയിൽ അഫക്റ്റ് ചെയ്യും. ഓക്കെ, മറ്റ് ബോഡി ഫങ്ഷനെ അഫക്റ്റ് ചെയ്യും. ഓക്കെ, പിന്നെ മൊത്തത്തിലുള്ള സെക്ഷൽ ബിഹേവിയറിനെ അഫക്റ്റ് ചെയ്യും. സെക്ഷൽ ഡ്രൈവ് ഒക്കെ തീരെ കുറഞ്ഞു പോകും, സെക്ഷൽ ഡിസയർ ഉണ്ടാവില്ല. പിന്നെ അങ്ങനെ മൊത്തത്തിൽ ഈ സെക്ഷൽ ഹോർമോൺസ് ഒന്നും ഇല്ലാതെ വരുമ്പോൾ ഓട്ടോമാറ്റിക് സെക്ഷൽ ബിഹേവിയർ ഒന്നും ആ ഇൻഡിവിജ്വൽ കാണിക്കില്ല. ഇനിയും ഫീമെയിൽസിലാണെങ്കിൽ ഈ ഓവറിയുടെ റിമൂവൽ കാരണം ഓവറി ഹോർമോൺസ് ഉണ്ട്, ഫീമെയിൽ ഹോർമോൺസ്. ഫീമെയിൽ ഹോർമോൺസ് ഡിറ്റർമൈൻ ചെയ്യുന്ന പല സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സും ഉണ്ട്. ഈ സെക്ഷൽ ഡ്രൈവോ സെക്ഷൽ ഡിസൈറോ സെക്ഷൽ ആക്റ്റിലോ ഒന്നും പിന്നെ കാണിക്കുമോ? ഇല്ല, ഇൻഡിവിജ്വൽ കാണിക്കില്ല. കാരണം എന്താണ്? ഗൊണാഡ്സ് ഇല്ല, ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. പിന്നീട് ജീവിതകാലം മുഴുവൻ ഇനിയും ആ സെക്ഷൽ ഡിസയർ വേണമെങ്കിൽ അല്ലെ റീപ്രൊഡക്റ്റീവ് ഓർഗൻ ഫങ്ഷൻ ആക്കണമെങ്കിൽ നമ്മൾ ഇത് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഹോർമോൺസ് എക്സ്ട്രാ ആയിട്ട് ബോഡിയിലേക്ക് കൊടുത്തുകൊണ്ടേ ഇരിക്കണം. മനസ്സിലായോ? കൊടുത്തുകൊണ്ടേ ഇരിക്കണം. ഇനിയും അതവിടെ നിൽക്കട്ടെ, നമ്മൾ കോൺട്രാസെപ്റ്റീവ്സിൻ്റെ ഐഡിയൽ കോൺട്രാസെപ്റ്റീവ്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞപ്പം അവസാനം പറഞ്ഞത് എന്താ? ഇറ്റ് ഷുഡ് നോട്ട് ഇൻ്റർഫിയർ. എന്താണ് ഇറ്റ് ഷുഡ് നോട്ട് ഇൻ്റർഫിയർ? സെക്ഷൽ ഡിസയർ ഓർ സെക്ഷൽ ആക്ട് ഓഫ് ദ സെക്ഷൽ ഡിസയർ ഓർ സെക്ഷൽ ഡ്രൈവ് ഓർ സെക്ഷൽ ആക്ട് ഓഫ് ദ യൂസർ എന്ന് പറഞ്ഞായിരുന്നു അല്ലേ? ഇവിടെ ഈ ഗൊണാഡ്സ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു തരത്തിലുള്ള സെക്ഷൽ ബിഹേവിയേഴ്സും അല്ലെ സെക്ഷൽ ഡ്രൈവോ ഈ ഇൻഡിവിജ്വലിന് ഉണ്ടാവില്ല. അതുകൊണ്ടൊക്കെയാണ് നമ്മൾ ഒരിക്കലും ഈ ഗൊണാഡിൻ്റെ റിമൂവലിനെ ഒരു കോൺട്രാസെപ്റ്റീവ് മെത്തേഡ് എന്ന് പറയാത്തത്. മനസ്സിലായോ? ഈവൻ വാക്സെക്ടമി നടത്തിയാലും ഈ റീപ്രൊഡക്റ്റീവ് ഡ്രൈവും സെക്ഷൽ ഡ്രൈവും സെക്ഷൽ ആക്ഷനും എല്ലാം തന്നെ ഉണ്ടാവും. ഇജാക്കുലേഷൻ നടക്കും. ആ ഇജാക്കുലേറ്ററി ഫ്ലൂയിഡിനകത്ത് സ്പേം കാണത്തില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഗൊണാഡ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഈവൻ ഒരു ഫംഗ്ഷനും ഉണ്ടാവില്ല, സെക്ഷലി ആക്ഷനും ഒന്നും തന്നെ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് നമ്മൾ ഒരിക്കലും ഗൊണാഡിൻ്റെ റിമൂവലിനെ ഒരു കോൺട്രാസെപ്റ്റീവ് മെത്തേഡായിട്ട് പറയാത്തത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ അത് അവിടെ നോട്ട് ചെയ്ത് എഴുതുക. ഓക്കെ, ഇപ്പോൾ ഓർത്തിരിക്കണം, ഗൊണാഡ് കനോട്ട് ബി എ കോൺട്രാസെപ്റ്റീവ് ഓപ്ഷൻ. വൈ? അപ്പം ഓർത്ത് വെക്കുക, റിമൂവൽ ഓഫ് ഗൊണാഡ്സ് കോസസ് ഇൻഫെർട്ടിലിറ്റി. ഓക്കെ, മേജർ ആയിട്ട് ഒരു റീസൺ, ഒരു കോസ് എന്ന് പറയുന്നത് ഇൻഫെർട്ടൈൽ ആവും. ആൻഡ് ഓൾസോ ഡിക്രീസസ് ദ
sexual drive and sexual behaviors. Okay, so it is not considered as a contraceptive method. ഓക്കെ, ഓർത്ത് വെക്കുക, കോൺട്രാസെപ്റ്റീവ് മെത്തേഡായിട്ട് നമ്മൾ ഗൊണാഡിൻ്റെ റിമൂവലിനെ കാണാത്തതിൻ്റെ മേജർ റീസൺ ഇതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ചാപ്റ്ററിൻ്റെ ഒരു പകുതി പോർഷൻ നമ്മളിന്ന് കവർ ചെയ്തിട്ടുണ്ട്. അപ്പം കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായി അല്ലേ? നമ്മൾ ആ MTBക്ക് മുമ്പ് വരെയുള്ള പോർഷനിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് കണ്ടത്. ഇത് ബോർഡ് എക്സാമിന് ചോദിച്ചിട്ടുള്ള, പല പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻ ഒക്കെ തന്നെയാണ്. അപ്പോൾ കൃത്യമായിട്ട് ഈ പോർഷൻസ് എല്ലാം പഠിക്കുക. നമ്മൾ കൂടുതലും കണ്ടത് ആ ഒരു നമ്മുടെ കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ്, ബർത്ത് കൺട്രോൾ മെത്തേഡ്സിൽ നിന്ന് പല രീതിയിൽ പല ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അത് ആ ഒരു പോർഷൻ കൃത്യമായിട്ട് പഠിച്ചു വെച്ചേക്കുക. ഓക്കെ, അപ്പം കൃത്യമായിട്ട് പഠിക്കുക. അപ്പം ഈ ഒരു പോർഷൻ ക്ലിയർ ആണോ? അപ്പം ഓൾ ദ വെരി ബെസ്റ്റ്. നമുക്ക് അടുത്ത പോർഷൻ, അടുത്ത ഈ പറഞ്ഞ MDP തുടങ്ങിയുള്ള ബാക്കി പോർഷൻ അടുത്ത ദിവസങ്ങളിൽ കാണാം. ഓക്കെ, താങ്ക് യു.